യേശുനാമത്തിൽ ഇനി ഭീതിയില്ല ജയം നമുക്കവകാശമേ ആത്മബലത്താലെ നാം കോട്ടകൾ തകർത്തിടാം രോഗം ദുഃഖം മാറിടും യേശുനാമത്തിൽ ഇനി ഭീതിയില്ല ജയം നമുക്കവകാശമേ കാലമേറയില്ലല്ലോ കാലം നഗേറ്റാൻ കാലമേറയില്ലല്ലോ കാലം നഗേറ്റാൻ കാന്തന്മാരായി നാമും പോകാനായി നമ്മുടെ കാന്തന്മാരായി നാമും പോകാനായി യേശുവിന്റെ നാമത്തിൽ മൂലങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ ഇനി ശോകമില്ല ജയം നമുക്കവകാശമേ യേശുവിന്റെ നാമത്തിൽ മൂലങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ ഇനി ശോകമില്ല ജയം നമുക്കവകാശമേ കാലമേറയില്ലല്ലോ ആകണം നഗേറ്റാൻ കാലമേറയില്ലല്ലോ ആകണം നഗേറ്റാനായി കാന്തന്മാരായി നാമും പോകാനായി നമ്മുടെ കാന്തന്മാരായി നാമും പോകാനായി യേശുവിന്റെ നാമത്തിൽ നാമം കൊണ്ട് സാത്താനോട് എതിർത്തിടാം ദൈവജനമേ ഇനി തോൽവിയില്ല ജയം നമുക്കവകാശമേ യേശുവിന്റെ നാമത്തിൽ നാമം കൊണ്ട് സാത്താനോട് എതിർത്തിടാം ദൈവജനമേ ഇനി തോൽവിയില്ല ജയം നമുക്കവകാശമേ കാലമേറയില്ലല്ലോ ആകണം നഗേറ്റാൻ കാലമേറയില്ലല്ലോ ആകണം നഗേറ്റാൻ കാന്തന്മാരായി നാമും പോകാനായി നമ്മുടെ കാന്തന്മാരായി നാമും പോകാനായി ആത്മബലത്താലെ നാം കോട്ടകൾ തകർത്തിടും രോഗം ദുഃഖം മാറിടും യേശുനാമത്തിൽ ഇനി ഭീതിയില്ല ജയം നമുക്കവകാശമേ ആത്മബലത്താലെ നാം കോട്ടകൾ തകർത്തിടും രോഗം ദുഃഖം മാറിടും യേശുനാമത്തിൽ ഇനി ഭീതിയില്ല ജയം നമുക്കവകാശമേ കാലമേറയില്ലല്ലോ ആകണം നഗേറ്റാൻ കാലമേറയില്ലല്ലോ ആകണം നഗേറ്റാൻ കാന്തന്മാരായി നാമും പോകാനായി നമ്മുടെ കാന്തന്മാരായി നാമും പോകാനായി യേശുവിന്റെ നാമത്തിൽ മൂലങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ ഇനി ശോകമില്ല ജയം നമുക്കവകാശമേ യേശുവിന്റെ നാമത്തിൽ മൂലങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ ഇനി ശോകമില്ല ജയം നമുക്കവകാശമേ കാലമേറയില്ലല്ലോ ആകണം നഗേറ്റാൻ കാലമേറയില്ലല്ലോ കാന്തന്മാരായി നാമും പോകാനായി നമ്മുടെ കാന്തന്മാരായി നാമും പോകാനായി നമ്മുടെ കാന്തന്മാരായി നാമും പോകാനായി യേശുവിന്റെ തന്റെ പ്രിയജനമേ ഉണർന്നിടുക തന്റെ വേലത്തെ ഒരുങ്ങിടുക കാലമേറയില്ലല്ലോ ആകണം നഗേറ്റാൻ കാലമേറയില്ലല്ലോ ആകണം നഗേറ്റാൻ കാന്തന്മാരായി നാമും പോകാനായി നമ്മുടെ കാന്തന്മാരായി നാമും പോകാനായി നമ്മുടെ കാന്തന്മാരായി നാമും പോകാനായി നമ്മുടെ കാന്തന്മാരായി നാമും പോകാനായി ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിന് മഹത്വം കർത്താവേ. ഉറവലാരകാരകൽക്കരന്തനാദഘടകര റിവലി ബൗഡി ഹസ്തന്തനം ദൂരസന്തരന്തനാദഘടകര. ദൈവത്തിന് മഹത്വം. ആരാധനയ്ക്ക് യോഗ്യൻ 24 മൂപ്പന്മാരുടെ നടുവിൽ ആരാധനയ്ക്ക് യോഗ്യൻ ഏക സത്യദൈവത്തിന് ആരാധന ആരാധന ആരാധന. ജീവിക്കുന്ന ദാതാവിന് ആരാധന, മഹാരാജാവിന് ആരാധന ആരാധന. നമുക്ക് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ഹല്ലേലൂയ അവരെ സമർപ്പണ ഗാനം കൂടി നമുക്ക് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ആമേൻ. അതെ, ദൈവം നമുക്ക് ചെയ്ത എല്ലാ നന്മകളെ ഓർത്തും ഹൃദയത്തിന്റെ ആഴത്തുനിന്ന് നമുക്ക് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. ഇത് കർത്താവ് നമ്മളിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന് സ്വന്തം നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ഏതൊക്കെ സമയത്ത് എപ്പോഴൊക്കെ അമ്മേ കർത്താവിനെ സ്തുതിക്കാൻ കഴിയുമോ, എപ്പോഴൊക്കെ കർത്താവ് ചെയ്ത ഉപകാരപ്പെടുത്തി നന്ദി പറയാൻ കഴിയുമോ, അത്രത്തോളം ദൈവത്തിന്റെ പ്രസാദം നമ്മുടെ മേൽ ഒരുപാട് തക്കവണ്ണം ഇവിടെ ഉണ്ടാകാമേ. അങ്ങനെ കാര്യങ്ങളെ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാമേ. നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ കൃപയോർക്കുമ്പോ. നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ കൃപയോർക്കുമ്പോ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. കൊടും പാപിയായിരുന്നെന്നെ വൻചേറ്റിൽ നിന്നും കയറ്റി. കൊടും പാപിയായിരുന്നെന്നെ വൻചേറ്റിൽ
ചേറ്റിൽ നിന്നും കയറ്റി ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടുമെന്റെ നാവിൽ തന്നതാ. ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടുമെന്റെ നാവിൽ തന്നതാ. നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ കൃപയോർക്കുമ്പോ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വൻശോചനാവേളയിൽ തീശൂളയതിൻ നടുവിൽ വൻശോധനാവേളയിൽ തീശൂളയതിൻ നടുവിൽ ചാരത്തണഞ്ഞു രക്ഷിച്ച മമകാന്തനെ നിൻ സ്നേഹമോർക്കുമ്പോ. ചാരത്തണഞ്ഞു രക്ഷിച്ച മമകാന്തനെ നിൻ സ്നേഹമോർക്കുമ്പോ. നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ കൃപയോർക്കുമ്പോ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് കർത്തൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് കർത്തൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ കൃപയോർക്കുമ്പോ. നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ കൃപയോർക്കുമ്പോ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. അതേ ദൈവമക്കളെ, നമുക്ക് വർണ്ണിച്ചിടാൻ നമുക്ക് കഴിയുമോ മക്കളെ? ദൈവം എത്രമാത്രം കാര്യമാണ് നമുക്ക് ചെയ്തു തന്നത്. ഓരോ ദിവസവും നാം അറിഞ്ഞും അറിയാതെയും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളെ ഓർത്ത് എങ്ങനെ സ്തുതിക്കാതെ ഇരിക്കുവാൻ കഴിയും? അവസരം കിട്ടുമ്പോഴേക്ക് ഭക്തന്മാർ പറയുന്നു, ഞാൻ ജാതികളുടെ മുമ്പിൽ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കും എന്ന് പറഞ്ഞാൽ ദൈവമക്കൾക്ക് ചെയ്തതായ കാര്യങ്ങൾ അവർ അടക്കി വയ്ക്കാതെ അവർ ജാതികളുടെ ഇടയിൽ പ്രഘോഷിപ്പിക്കുമെന്ന് ഭക്തന്മാർ പറയുമ്പോൾ ദൈവങ്ങളെ അർഹിക്കാത്ത സ്ഥാനത്ത് നമ്മളെ വിളിച്ച് വേർതിരിച്ച് മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് പാത്രമാക്കി, അതേ രാജകീയ പുരോഹിത വർഗമാക്കി നമ്മളെ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന നല്ല കർത്താവിനെ ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ആമേൻ. അങ്ങനെ നിൽക്കുന്ന നിൽപ്പത്തിന്റെ വിശുദ്ധ വേദപുസ്തകം കരങ്ങളെടുത്ത് നമുക്ക് സങ്കീർത്തനം വായിച്ച് നമുക്ക് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സങ്കീർത്തനം 17 സങ്കീർത്തനം നമുക്ക് വായിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. Psalm 17 പാസ്റ്റർ വായിച്ച് സഹായിക്കുന്നതായിരിക്കും. അവസാനത്ത് ലാസ്റ്റ് 14-15 വാക്യങ്ങൾ 14-15 വാക്യങ്ങൾ അടുത്ത് വരുമ്പോൾ നമുക്ക് ചേർന്ന് വായിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ദാവീദിന്റെ ഒരു പ്രാർത്ഥന: യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ, കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. എനിക്കുള്ള രീതിയിൽ നിന്റെ സന്നിധിയിൽ പറഞ്ഞോട്ടെ, എന്റെ കണ്ണുനീർ കാണുമാറാകട്ടെ. നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രി എന്നെ സന്ദർശിച്ചു.
നീ എന്നെ പരീക്ഷിച്ച് ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. എന്റെ വാ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ ജാതകങ്ങളുടെ പരിചയത്താൽ നിഷ്ഠരുടെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു. എന്റെ കാൽ വഴുതിയതുമില്ല. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്നും നിന്റെ വലം കയ്യാൽ രക്ഷിക്കുന്നതിനായുള്ളവേ നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ. കൃഷ്ണമണി പോലെ എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റുകളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിന്റെ നിഴൽ എന്നെ മറച്ചുകൊള്ളണമേ. അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ നിലത്ത് തല്ലിടുവാൻ തിട്ടുവയ്ക്കുന്നു. യഹോവേ, എഴുന്നേറ്റ് അവനോട് നിരത്ത് അവനെ തള്ളിയിടണമേ. യഹോവേ, എന്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്നും അടുത്ത ഭാഗത്ത് ചേർന്ന് വായിക്കാം. കൈ കൊണ്ട് കാണ്ഡവശത്ത് നിന്ന് വിടുവിക്കണമേ. അവിടെ ഓഹരിയായ സ്ഥിരത്രേ നിന്റെ സമ്പത്ത് കൊണ്ട് നിങ്ങളുടെ വയറ് നിറയ്ക്കുന്നു. അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്. തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചയക്കുന്നു. ഞാനോ നീതിയാ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. വലങ്കരെ വരുത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ മോണ്ടിസോറി സംഘത്തിന് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. സങ്കീർത്തനത്തിൻ്റെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ കടന്നാഗ്രഹിക്കാൻ വരുന്ന മക്കളെ ദൈവം വേഗത്തിൽ കൂട്ടി വയ്ക്കാൻ ദൈവം സഹായിക്കണമേ. അവരെ യാത്രവേളെല്ലാം ദൈവം സൂക്ഷിക്കണമേ. ദൈവമേ ക്ലാസ്സിലെ ബലത്തോടെ നിർത്തണമേ. സങ്കീർത്തനങ്ങൾക്ക് പകർന്നു തരുക ദൈവം ബലത്തോടെ നിർത്തുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവേ, ഈ സങ്കീർത്തനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹിക്കുവാൻ ദൈവം സഹായിക്കണമേ. അപ്പച്ച എല്ലാ മഹത്വം അങ്ങേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ശാന്തമായിട്ട് ഇരിക്കുക. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ചില കുടുംബങ്ങൾ അവരെ സ്ഥലത്തില്ല. ചില കുടുംബങ്ങൾ അവരുടെ സ്വദേശത്തേക്ക് പോയിരിക്കുന്നതിനാണ് വരാൻ കഴിയാത്തത്. ചിലരുടെ ശാരീരികമായ ക്ഷീണത്തിൽ, ചില ഹോസ്പിറ്റലായിരിക്കുന്നു, ക്ഷീണത്തിലേക്കായിരിക്കുന്നു. അതിന് പതക്കുന്ന വരാൻ കഴിഞ്ഞില്ല. എങ്കിലും കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. ദൈവം പറഞ്ഞ ഒരു കാര്യമാണ്, 2 അല്ലെങ്കിൽ 3 പേർ, 2 or 3 പേർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ ഭൂമിയുടെ ഏത് ഭാഗത്ത് കൂടിയിരുന്നാലും അവരുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് നമുക്ക് ആരംഭ കാലഘട്ടങ്ങളിൽ ദൈവം എന്ന പ്രോമിസ്, വാഗ്ദത്തമാണ്. ആ ഒരു ആത്മധൈര്യം ഉള്ളത് കൊണ്ട് നമുക്ക് ധൈര്യത്തോടു കൂടി, നമുക്ക് സന്തോഷത്തോടു കൂടി നമുക്ക് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് ഒരു ആലയത്തെ കുറിച്ചാണ്. നാം ചിന്തിക്കാൻ പോകുന്ന ദൈവത്തിന് സ്തോത്രം. ലൂക്കോസ് 19-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 19:46. ലൂക്കോസ് 19:46. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യം. എന്റെ ആലയം, അതെ, പ്രാർത്ഥനാലയമാകും. എന്റെ ആലയം പ്രാർത്ഥനാലയം ആകുന്നല്ലേ? അങ്ങനെയാണോ എന്ന് എഴുതിയിരിക്കുന്നു. ആകുന്നു എന്ന് ആകും എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? ആകും എന്ന് എഴുതിയിരിക്കുന്നതാണ്. വളരെ ശ്രദ്ധിക്കണം. എന്താണ് പ്രാർത്ഥനാലയം? എന്താണ് ആലയം? ആലയത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ ആലയത്തിനകത്ത് എന്താണ് നടക്കുന്നത്? എന്താണ് നടക്കേണ്ടത്?
ഇതിനെക്കുറിച്ച് ഇന്ന് പകൽ സമയം നാം ചിന്തിക്കുന്നതും നന്നായിരിക്കും. ദൈവത്തിന്റെ സ്തോത്രമാണ്. ഇന്ന് പലയിടങ്ങളിലും ആമേൻ ലോകത്തിൽ ജനവാസമുള്ള എല്ലാ രാജ്യങ്ങളിലും സത്യത്തിലും ആത്മാവിലുള്ള കൂട്ടായ്മ നടന്നു വരുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ അല്ലാതെ ആയിരക്കണക്കിന് കൂട്ടായ്മകൾ നടന്നു വരുന്നു. കർത്താവ് യേശു ക്രിസ്തു ഒരിക്കലും പറഞ്ഞ് എന്ത് എഴുതി വച്ചിരിക്കുന്നു എന്ത് നിങ്ങൾ പ്രവർത്തിക്കുന്നു, എന്ത് എഴുതി വച്ചിരിക്കുന്നു എന്ത് നിങ്ങൾ പ്രവർത്തിക്കുന്നു. കർത്താവ് ചോദിച്ച ചോദ്യമാണ്. കാരണം എഴുതി വെച്ചതുപോലെ അല്ല പ്രവർത്തിക്കുന്നത്. ആമേൻ. ദൈവം പറഞ്ഞതുപോലെ അല്ല ആലയത്തിനകത്ത് ശുശ്രൂഷകൾ നടക്കുന്ന. ആമേൻ. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ, യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഏകദേശം 3.5 വർഷക്കാലം യേശു എന്ത് ചെയ്തു? ഈ ലോകത്തിൽ പരസ്യ ശുശ്രൂഷ ചെയ്തു. ആമേൻ. ദൈവരാജ്യത്തെ പോഷിച്ചു. അതിന്റെ എല്ലാ തലങ്ങളും ഈ ലോകത്തിന്റെ കർത്താവ് മനസ്സിലാക്കി കൊടുത്തു. ആമേൻ. എന്നാൽ യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രഥമവും പ്രധാനവുമായ പൊതുപ്രവർത്തനം എന്തെന്നറിയാമോ? യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രഥമവുമായ ആമേൻ പൊതുപ്രവർത്തനം എന്താണെന്ന് അറിയാമോ? ദേവാലയ ശുദ്ധീകരണം. എന്തായിരുന്നു? 3.5 വർഷക്കാലം കർത്താവ് ഇതെല്ലാം ചെയ്തുവെങ്കിലും ആമേൻ അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, രോഗികളെ സൗഖ്യമാക്കി, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി, അങ്ങനെ വേണ്ട ആയിരക്കണക്കിന് കാര്യങ്ങൾ ചെയ്തെങ്കിലും ഈ 3.5 വർഷക്കാലത്തിനകത്ത് കർത്താവിൽ കണ്ട ഒരു മറ്റൊരു പ്രത്യേകത ദേവാലയ ശുദ്ധീകരണമാണ്. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന കാര്യവും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് ഈ പറയുന്ന കാര്യമാണ്. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഈ ദേവാലയ ശുദ്ധീകരണത്തിന് പ്രാധാന്യം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അതാണോ ദേവാലയ ശുദ്ധീകരണത്തിനാണോ പ്രാധാന്യം? അത്ഭുതങ്ങളും അടയാളങ്ങൾക്കാണോ പ്രാധാന്യം? ചിന്തിക്കണം. ഇന്ന് മനുഷ്യൻ ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? മിറക്കിൾ എവിടെ നടക്കുന്നുവോ അവിടെയാണ് മനുഷ്യൻ പ്രാധാന്യം കൊടുക്കുന്നത്. അവിടെ ഉള്ള തൂണിനും തുരുമ്പിനും എന്ത് ചെയ്യും? ഏറ്റവും ടോപ്പിൽ കൊണ്ടുവന്ന് അതിനെ പ്രശസ്തി കീർത്തിയിരിക്കും. ആമേൻ. അതിനെ എത്രത്തോളം ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ അതിനെ ഉയർത്തിക്കൊണ്ടുവരാമേ. ആലയമായിരുന്നാലും വ്യക്തിയായിരുന്നാലും അവിടുത്തെ ഏത് സാഹചര്യമായിരുന്നാലും അതിനെല്ലാം എന്തിനോ അവർ ഉയർത്തിക്കൊണ്ടുവരും. നിങ്ങൾ ചിന്തിക്കണം. 3.5 വർഷക്കാലം കർത്താവായ യേശു ദൈവരാജ്യത്തിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കർത്താവ് പ്രത്യേകം ദേവാലയ ശുദ്ധീകരണം. ഇന്ന് അതിനൊരു പ്രശസ്തി ഇല്ല. ഇന്ന് അങ്ങനെ ഒരു ശുദ്ധീകരണത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അതിനെ മറയിട്ടുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ മുൻപിൽ കൊണ്ടു നിർത്തി കുരുടനെ വഴി നടത്തുന്ന പോലെയാണ് ഇന്നത്തെ സഭാ നേതാക്കന്മാരും ആത്മീയ നേതാക്കന്മാരും ലോകത്തിൽ ദൈവത്തിന്റെ നാമം പറഞ്ഞ് ആത്മീയ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന. ഞാൻ പറഞ്ഞല്ലോ, കുരുടനെ വഴി നടത്തിയാൽ ഇവർ രണ്ടുപേരും ചെന്നിട്ട് വലിയ കുഴിയിൽ ചെന്ന് വീഴും. ആമേ. എന്നാൽ ഇന്ന് ഈ ഞായറാഴ്ച പകൽ സമയം സ്നേഹമുള്ള പിതാവ് ദേവാലയ ശുദ്ധീകരണത്തിന്റെ പ്രാധാന്യം നമ്മളോട് കർത്താവ് അറിയിക്കുന്നു. നമുക്കത് കേൾക്കാം. എന്താണ് യേശു ദേവാലയ ശുദ്ധീകരണത്തെ പറഞ്ഞിരിക്കുന്നേ? ഞാൻ പറഞ്ഞാൽ യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രഥമവും പ്രധാനവുമായ പൊതുപ്രവർത്തനം ദേവാലയ ശുദ്ധീകരണം തന്നെയായിരുന്നു. രണ്ടാമത്തെ കാര്യം
അവസാനത്തെ ദേവാലയ ശുദ്ധീകരണമായിരുന്നു. ആമേ, വായിച്ചോട്ടെ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ, 12 മുതൽ 17 വാക്യങ്ങൾ വായിക്കാൻ അങ്ങോട്ട് പോരുത്, കണക്ഷൻ വരട്ടെ. 12. അതായത് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 12 മുതൽ 17 വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. മൈക്ക് കൊടുത്ത് വായിക്കാൻ എന്താ? ഓക്കെ, യേശു ദേവാലയത്തിൽ ചെന്ന് അങ്ങനത്തെ വായിക്കണം. അതെ, യേശു കണ്ടോ 3.5 വർഷക്കാലം രോഗികളെ സൗഖ്യമാക്കുന്നു, ബാധകളെ ഒഴിപ്പിക്കുന്നു, ആമേൻ, അത്തിമരത്തിന് ശമിക്കുന്നു, സംഭവിക്കുന്നു, പച്ചവെള്ളത്തിന് വീഞ്ഞാക്കുന്നു, പക്ഷപാതകരെ സൗഖ്യമാക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യം കർത്താവ് ചെയ്തു. അതിന്ന് എല്ലാവർക്കും മറന്നുപോയിരിക്കുന്നു, അത് മറഞ്ഞു കിടക്കുന്നു. നോക്ക്, യേശു എവിടെ ചെന്നു? ദേവാലയത്തിൽ ചെന്നു. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും ദേവാലയത്തിൽ ചെന്നു. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവനെയും. അപ്പൊ ദേവാലയത്തിൽ എന്താണ് ഇപ്പം നടക്കുന്നത്? കച്ചവടം നടക്കുകയാണ് അല്ലേ? ഒരു പൂജ നടത്തണമെങ്കിൽ 3500 രൂപ, ഒരു സ്നാനം നടക്കണമെങ്കിൽ 5000 രൂപ, ഒരു പാസ്റ്റർ വിളിക്കണമെങ്കിൽ 5000 രൂപ കൊടുക്കണം അല്ലേ? തൊടുന്നതിന് ഇവിടെ ഇപ്പൊ കച്ചവടമാണ്, ബിസിനസ് മൈൻഡാണല്ല ആലയത്തിനകത്ത്. അതുകൊണ്ടാണ് കർത്താവ് ഇത്രയും തിരക്കേറിയ ശുശ്രൂഷ നടുവിലും കർത്താവ് ദൈവരാജ്യത്തിന്റെ പ്രാധാന്യം വിട്ടുകളഞ്ഞില്ല. അത് എടുത്തു പറഞ്ഞ് ഇതിനിടയ്ക്ക് കർത്താവ് ദേവാലയത്തിൽ ചെന്ന് അവിടെ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി. എല്ലാവരെയും യേശു പുറത്താക്കിയ പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരെയും പീഠങ്ങളെയും മറിച്ചു കളഞ്ഞു. അതെല്ലാം യേശു മറിച്ചു കളഞ്ഞു. അവരോട് എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെട്ടു. അവരോട് എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിങ്ങളോ കള്ളന്മാരുടെ എന്റെ ആലയത്തെ നിങ്ങളോ കള്ളന്മാരുടെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു. ഇന്ന് അതല്ലേ സംഭവിക്കുന്നത്? ഇന്ന് ആലയങ്ങൾ എന്താ നടക്കുന്നത്? എന്റെ ദൈവം പറഞ്ഞ ശുശ്രൂഷ ആലയത്തിനകത്തുണ്ടോ? ഇന്നെല്ലാ കച്ചവടങ്ങളും ബിസിനസ്സുകളും ഇതൊക്കെയല്ലേ ഇതിനകത്ത് നടക്കുന്നത്? എന്റെ പൊന്നുമക്കളെ, അന്ത്യകാലഘട്ടം എത്തിയിരിക്കുന്നു. നമ്മുടെ നടപ്പ് ക്രമപ്പെടുത്തുക, നമ്മുടെ ഇരിപ്പ് ക്രമപ്പെടുത്തുക, നമ്മുടെ ചിന്ത ക്രമപ്പെടുത്തുക, നമ്മുടെ ആരാധന ക്രമപ്പെടുത്തുക. നാം കെണിയിലകപ്പെട്ടു പോകരുത്. ചിന്തിക്കേണ്ട കാലഘട്ടം വന്നിരിക്കുന്നു. എവിടെ നോക്കിയാലും ആലയത്തിനകത്ത് ബിസിനസ്. കർത്താവിന് സഹിക്കാൻ വയ്യാതെ കർത്താവ് അതിനകത്ത് ചെന്ന് അതിനകത്തിരുന്ന സകലത്തെയും പുറത്താക്കി അവിടെ എടുത്തു പറയുന്നു, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമേ. കുരുടന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവന്റെ അടുക്കൽ വന്നു അവൻ അവരെ സൗഖ്യമാക്കി. എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവീദ് പുത്രന് ഹോശാന എന്ന ദേവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെയും കണ്ടിട്ട് നീരസപ്പെട്ടു. മതി. നമ്മുടെ ചിന്ത ഇതാണ്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ ഒരു പ്രാവശ്യം യേശു ആലയത്തിൽ ചെന്നു. കണ്ടപ്പോൾ അവിടെ നടക്കുന്ന മ്ലേച്ഛമായ കാര്യങ്ങളെ കർത്താവ് ശാസിച്ചു. ഇന്ന് ശാസിക്കുവാൻ തയ്യാറാണോ? വ്യവസ്ഥയില്ലാത്ത ഡീലിങ്സ്, വ്യവസ്ഥയില്ലാത്ത ശുശ്രൂഷകൾ ആലയത്തിനകത്തുണ്ടെങ്കിൽ ഇന്നലെ പുറത്താക്കാൻ തയ്യാറെങ്കിൽ നാം രക്ഷപ്പെട്ടു. അറിഞ്ഞാട്ടെ, എത്ര നന്നായിരിക്കുന്നു. മർക്കോസ് 11:15-16 പെട്ടെന്ന് വായിച്ചേ.
മർക്കോസ് 11:15, 16, 17. അതെ രാജാ. അവർ യെരൂശലേമിൽ എത്തിയപ്പോൾ ദേവാലയത്തിൽ കടന്നു. യേശു ദേവാലയത്തിൽ കടന്നു. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും യേശു പുറത്താക്കി തുടങ്ങി. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ട് കളഞ്ഞു. മതി. മനസ്സിലാക്കുക. രണ്ടു ഭാഗത്തോടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. ആലയത്തിൽ എന്താ നടക്കുന്നത്? ചിന്തിക്കേണ്ട കാലഘട്ടമാണ്. യേശു ശക്തമായി ശാസിച്ചു. ആ സകല അശുദ്ധികളെയും യേശു പുറത്താക്കിയാമേ. ഇന്ന് പകൽ സമയം നാം പുറകെ ചിന്തിച്ചു വരുന്നു. എന്താണ് ആലയം? എവിടെയാണ് ആലയം ഇരിക്കുന്നത്? ഇതിനകത്ത് എന്താണ് ഇപ്പോൾ നടക്കുന്നത്? ഇതിനകത്ത് എന്തോന്നാണ് നടക്കേണ്ടത്? ദൈവമക്കളെ, അന്ത്യകാലഘട്ടം എത്തി. പിശാച് അനേകരെ വശീകരിച്ച് ദൈവത്തിന്റെ പ്രമാണത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ട് അനേക ആത്മീയ കാഴ്ചപ്പാടിനെ കുരുടാക്കി വെച്ചുകൊണ്ട് സ്വന്തം ബുദ്ധിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് സ്വന്തമായി തൃപ്തിപ്പെടുന്ന അനുഭവത്തിൽ പോകുന്നതായ സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ വന്നിരിക്കുന്നു. സ്നേഹമുള്ള പിതാവ് ഇന്ന് പകൽ സമയം കൊച്ചു കൂട്ടായ്മയുടെ പറയുന്നു, എന്താണ് ആലയം? എവിടെയാണ് എന്റെ ആലയം സ്ഥിതി ചെയ്യുന്നത്? എന്റെ ആലയം എന്തിനാണ് ഞാൻ ആക്കി വച്ചിരിക്കുന്നത്? കർത്താവ് എടുത്തു പറയുന്നു, എന്റെ ആലയം, എനിക്കൊരു ആലയമുണ്ടെങ്കിൽ, ഞാൻ ആലയത്തെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കേണ്ടത് പ്രാർത്ഥനയാണ്. ദൈവത്തിന് സ്തോത്രം. അല്ല, കച്ചവടമല്ല, ഇലക്ഷനല്ല, കമ്മിറ്റിയില്ല. ആലയത്തിനകത്ത് ഈ കാര്യങ്ങൾ നടക്കുന്നതാണ്. ആവശ്യമില്ലാത്ത മീറ്റിംഗുകൾ, ആവശ്യമില്ലാത്ത തീരുമാന ആലോചനകൾ, ഇതെല്ലാം എവിടെ? ആലയത്തിനകത്ത് നടക്കുന്നതാണ്. ഇത് ദൈവത്തിന് പ്രസാദമാണോ? യേശു പറഞ്ഞു, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമാമേ. ഇന്ന് പകൽ സമയം ഈ ആലോചന കേൾക്കുന്ന നിങ്ങളൊന്ന് ചിന്തിക്ക്. ദൈവം ആരെയാണ് അംഗീകരിക്കുന്നത്? യേശുവിന്റെ 3 വർഷത്തെ ശുശ്രൂഷ, 3.5 വർഷത്തെ ശുശ്രൂഷ വേളയിൽ 2 പ്രാവശ്യം ദേവാലയം ശുദ്ധീകരിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകണം. യേശുവിന്റെ ജീവിതത്തിൽ യേശു 2 പ്രാവശ്യം ആലയത്തിൽ ചെല്ലുന്നു. 3.5 വർഷക്കാലം ആദ്യം പോയി, രണ്ടാമത് കർത്താവ് ആലയത്തിൽ ചെല്ലുന്നു. 2 പ്രാവശ്യം ആലയത്തെ ശുദ്ധീകരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതമായി നാം ആകുന്ന ആലയത്തിന് എത്ര പ്രാധാന്യം ദൈവം കൊടുക്കുന്നുണ്ട്. അല്ലേ പറഞ്ഞേ? ശുദ്ധീകരണത്തിന് പ്രാധാന്യമുണ്ട്, ആലയത്തിന് പ്രാധാന്യമുണ്ട്. ദൈവമക്കളെ, നമുക്ക് മനസ്സിലാക്കുക. ഇത് കർത്താവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ചെയ്ത കാര്യമാണ്. അവൻ ദേവാലയം ശുദ്ധീകരിക്കുന്നത്. നാം പലപ്പോഴും ശുദ്ധീകരിക്കത്തില്ല. ആവശ്യമില്ലാതെ പലതും ശുദ്ധീകരിക്കുന്നു. യേശു 2 പ്രാവശ്യം ദേവാലയ ശുദ്ധീകരണത്തിലേക്ക് ചെന്നു. അമ്മേ, എന്താണ്? 1 പ്രാവശ്യം പോയപ്പോൾ മതിയായിരുന്നല്ലോ, 2ാമതും പോയതിന്റെ അർത്ഥം പറയാം. നമ്മുടെ ജീവിതത്തിനും നാം ആവുന്ന ആലയത്തിനും യേശുക്രിസ്തുവിന്റെ ബന്ധത്തിന് ആഴമേറിയ പ്രാധാന്യമുണ്ട്. ആലയമായി തന്നെ ആയിരിക്കണം. അതിനകത്ത് ഏതൊരു അശുദ്ധി കടന്നു വരുവാൻ ദൈവം അനുവദിക്കുന്നില്ല. അശുദ്ധി വന്നാൽ അവിടെ കർത്താവിന്റെ സാന്നിധ്യം കാണത്തില്ല. അത് ആലയമായി ലോകം അംഗീകരിക്കും, ദൈവം അംഗീകരിക്കത്തില്ല. അവിടെ ദൈവം കാണത്തില്ല. എന്റെ കർത്താവ് ഇരിക്കുന്ന ഒരു ആലയം എങ്ങനെയെന്ന് താഴെ കർത്താവ് നമുക്ക് ചില കാര്യങ്ങളുടെ നമുക്കിത് മനസ്സിലാക്കി തരണമേ. ഒരു അല്ലേ പറഞ്ഞാട്ടെ. എഫേസ്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 25, 26, 27.
എഫേസ്യർ 5-ാം അധ്യായത്തിന്റെ 25, 26, 27. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 25, 26, 27 വാക്യം വായിക്കാം. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ അറിയണേ? എഫേസ്യർ എഫേസ്യർ 5-ാം അധ്യായത്തിന്റെ 25, 27 വായിക്കട്ടാ. 25, 26, 27 വാക്യം. ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ തെറ്റിപ്പോരുത്. എഫേസ്യർ 5-ാം അധ്യായത്തിന്റെ 25, 26, 27 വാക്യം. അതെ, വായിക്കേ വായിക്കേ. ഭർത്താക്കന്മാരെ ക്രിസ്തുവും നോക്കണേ. ഭർത്താക്കന്മാർ നമ്മുടെ ചിന്ത എന്താണ്? ദേവാലയ ശുദ്ധീകരണം. കർത്താവായ യേശു 2 പ്രാവശ്യം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ 3.5 വർഷത്തിനകത്ത് ദേവാലയം ശുദ്ധീകരിക്കാൻ പോയി. ദേവാലയം ശുദ്ധീകരിക്കേണ്ട ആവശ്യം എന്തുകൊണ്ട്? യേശുവിന് ആവശ്യമുണ്ടാമേ. നമ്മൾ അതിനോട് കണക്ട് ചെയ്താണ് ചിന്തിച്ചു വരുന്നത്. ഭർത്താക്കന്മാരെ ക്രിസ്തുവോ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടു കൂടി ക്രിസ്തു സഭയെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കുന്നത് പോലെ കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവർക്ക് സഭയ്ക്ക് വേണ്ടി യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇത് ആരെക്കുറിച്ച് പറയുന്നത്? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. അപ്പൊ ഈ ആത്മീയാർത്ഥം ഭൗതികത്തിൽ കൊണ്ടുവന്ന എന്താണ്? ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിക്കാമേ. അത് ഭൗതികമായി കൊണ്ടുവന്നാണ്. അതിന്റെ ആത്മീയാർത്ഥം എന്താണ്? ക്രിസ്തു സഭയെ സ്നേഹിച്ചു. സഭ നമ്മളാണ്. നാമാണ് ആലയം. ദൈവത്തിന്റെ ആലയം നാമാണ്. പുതിയ കാലഘട്ടത്തിൽ ദൈവം വസിക്കുന്ന ആലയം ഞാനും നിങ്ങളുമാണ്. ദൈവത്തിലെ സഭ നമ്മളാണ്. അപ്പൊ ദൈവത്തിലെ സഭ എങ്ങനെയായിരിക്കണം? ഒന്ന്, അത് വളരെ വ്യക്തമായി പറഞ്ഞ് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. ഒരു കുടുംബത്തിനകത്ത് 2 പേരുണ്ടെങ്കിൽ, സഭയ്ക്കകത്ത് 10 പേരുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? ക്രിസ്തു സഭ എങ്ങനെയാ സ്നേഹിച്ചത്? ജീവനെ കൊടുത്ത് സ്നേഹിച്ചു. അല്ലേ? തന്റെ ജീവനെ കൊടുത്ത് സഭയെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കണം. ദൈവത്തിന് സ്തോത്രമേ. അതോടെ നിൽക്കട്ടെ. എന്നാൽ സഭയെ ക്രിസ്തു സ്നേഹിച്ചത് എങ്ങനെ സ്നേഹിച്ചു? ഒന്ന്, ജീവനെ കൊടുത്താണ് എന്നെയും നിങ്ങളെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. നാം ദൈവത്തിന്റെ സഭയാ. നാം ദൈവത്തിന്റെ ആലയങ്ങളാണ്. നാം ദൈവത്തിന്റെ മന്ദിരങ്ങളാണ്. ആമേൻ. ദൈവം വസിക്കുന്ന ഭവനമാണ് നാം ഓരോരുത്തരും. ആമേൻ. ഈ ഭവനം എങ്ങനെയായിരിക്കണം? 26-ാം വാക്യം വായിച്ചേട്ടെ. നിങ്ങളുടെ ഭാര്യയെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടു കൂടി. കണ്ട, സഭയെ ദൈവം എഴുതി വച്ചിരിക്കുന്ന വചനത്തോടു കൂടി. കണ്ട, എഴുതി വച്ചിരിക്കുന്ന വചനപ്രകാരമാണോ നിങ്ങളായിരിക്കുന്ന ആലയമായിരിക്കുന്നത്? അർത്ഥം അതാണ്. അവൻ അവളെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ ദൈവം യേശു അവളെ സഭയെ, ഇവിടെ പറഞ്ഞത് അവിടെ സ്ത്രീ എന്നുള്ള സഭയാണ്. യേശു സഭയെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ താൻ എഴുതി വെച്ച വചനത്തോടു കൂടി ജലസ്നാനത്തോടു കൂടിയാണ് വെടിപ്പാക്കി സഭയെ വെടിപ്പാക്കിയ വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായ സഭ എങ്ങനെയായിരിക്കണം?
ആലയം എങ്ങനെയായിരിക്കണം, മന്ദിരം എങ്ങനെയായിരിക്കണം, പ്രാർത്ഥനാലയം എങ്ങനെയായിരിക്കണം, ദൈവം വസിക്കുന്ന ഭവനം എങ്ങനെയായിരിക്കണം, ഈ പറഞ്ഞതുപോലെ ആയിരിക്കണം. ഈ വക കാര്യങ്ങൾ ആലയത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് യേശു യെരൂശലേമിലേക്ക് ചെന്ന് ആ ആലയത്തിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച എഴുതി വെച്ച പ്രകാരം ഒന്നുമല്ല അവിടെ കാര്യം നടക്കുന്നത്. ദൈവം നോക്കുമ്പോൾ എല്ലാം പ്രമാണത്തിന് വിരുദ്ധമായതുകൊണ്ട് സകലത്തിനെ കർത്താവ് ആട്ടിപ്പുറത്താക്കിയിട്ട് അവിടെ കർത്താവ് ഡിക്ലെയർ ചെയ്ത് പറയുന്നു, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. വ്യക്തമായി കർത്താവിന്റെ ആത്മാവ് അവിടെ എഴുതിയിരിക്കുന്നു. ഇനി വായിച്ചേട്ടാ, സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ. അപ്പൊ സഭ എങ്ങനെയായിരിക്കണം? ശുദ്ധയും നിഷ്കളങ്കയും. സഭ ആരാണ്? നാമ. ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീ പുരുഷനെ ഉൾപ്പെടെ കർത്താവ് ബന്ധിപ്പിച്ച് നമുക്ക് മനസ്സിലാക്കാൻ തരികയാണ്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാര് ഭർത്താവ് തമ്മിൽ അങ്ങനെ ജീവനെ കൊണ്ട് സ്നേഹിക്കണം. ബാബാ നിൽക്കട്ടെ, ഒന്ന് പോണ്ട. ഇവിടെ ആത്മീയാർത്ഥം അതാണ്. അത്രമാത്രം വില കൊടുത്താണ് ഈ സഭയെ കർത്താവ് സ്ഥാപിച്ചത്. ആമേൻ. അപ്പൊ കർത്താവ് വിലക്ക് വാങ്ങിയ സഭ, വില കൊടുത്ത സഭ എങ്ങനെയായിരിക്കണം? എഴുതി വെച്ച വചനപ്രകാരമായിരിക്കണം ആ സഭയായിരിക്കേണ്ടത്. ഇപ്പൊ എന്താ പറയുന്നത്? ശുദ്ധവും നിഷ്കളങ്കയുമായി. ആ സഭ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് ദൈവത്തിന് മുൻപാകെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവർക്ക് വേണ്ടി തന്നെത്താൻ സഭയ്ക്ക് വേണ്ടി ക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഔവണ്ണം ഭർത്താക്കന്മാരെ തങ്ങളുടെ ഭാര്യമാരെ ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. അതെ, 27 തീർന്നു. അവിടെ എന്താ ഒരു കാര്യം അതിനകത്ത് മനസ്സിലാക്കേണ്ടത്? സഭ എങ്ങനെയായിരിക്കണം? നിഷ്കളങ്കമായിരിക്കണം, ശുദ്ധവുമായിരിക്കണം, കളങ്കമില്ലാത്തതായിരിക്കണം. ഈ വക കാര്യങ്ങളൊന്നും യെരൂശലേം ദേവാലയത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് കർത്താവ് അവിടെ ചെന്നതിൽ എല്ലാത്തിനും പുറത്താക്കിയത്. ഇത് കർത്താവരെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, നാം സഭയാണ്, നാം ദൈവത്തിൻ്റെ സഭയാണ്, നാം ദൈവം വസിക്കുന്ന ആലയമാണ്, ദൈവത്തിൻ്റെ പ്രാർത്ഥനാലയമാണ്, പിന്നെന്താ ദൈവത്തിൻ്റെ ഭവനമാണ്. അങ്ങനെ ഈ ഭവനം, ഈ ദേവാലയം, കർത്താവിൻ്റെ ആലയം എങ്ങനെയായിരിക്കണം? അത് കർത്താവ് പറഞ്ഞത്, മോളെ ഞാൻ കൊടുത്ത വില നീ മനസ്സിലാക്കുക, നിന്നെ നേടുവാൻ. നമ്മെ ഒരു ആലയമാക്കി തീർക്കുവാൻ കർത്താവ് കൊടുത്ത വില നീ നിസ്സാരമാക്കി കാണരുത്. ഇന്ന് പലരും ആ ആലയത്തിനെ നിസ്സാരമാക്കി കണ്ടുകൊണ്ടുള്ള ജീവിതം നയിക്കുന്നുകൊണ്ടാണ് ഒരു ഭാഗത്ത് കർത്താവ് കരയുന്നത്. എന്നാൽ ഇന്ന് പകൽ സമയം ചുരുക്കമായ ചെറിയ കൂട്ടത്തെ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു. സഭ എങ്ങനെയായിരിക്കണം? ശുദ്ധവും നിർമ്മലമായിരിക്കണമേ. ഇത് കർത്താവ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അപ്പോൾ കർത്താവിൻ്റെ ആലയത്തിൽ എന്ത് നടക്കണം? പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ആലയം എങ്ങനെയായിരിക്കണം? ശുദ്ധമായിരിക്കണം. നാം അങ്ങനെ തന്നെ നമ്മെ തന്നെ സൂക്ഷിക്കുന്നുവെങ്കിൽ നാം ഓരോരുത്തരും ഒരു ആലയമാണ്. ഈ വചനപ്രകാരം നാം നമ്മെ തന്നെ സൂക്ഷിക്കുന്നുവെങ്കിൽ കർത്താവ് ആലയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ചില ഒരു വാക്യം കൂടെ വായിച്ചാണ് ദൈവത്തിന് സ്വതന്ത്രമേ. യോഹന്നാൻ 4:21 മുതൽ 24 വാക്യങ്ങൾ. അപ്പൊ നമ്മൾ വായിച്ചു വരുന്നത്, സഭയെ അല്ലെങ്കിൽ ആലയത്തെ നാം ഓരോരുത്തർ എന്ത് ചെയ്യണം? വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ട കടമ എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവസ്വതന്ത്രമാണ്. വായിച്ചാ അതെ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 21-24 വാക്യങ്ങൾ. സ്ത്രീയെ എന്റെ വാക്ക് വിശ്വസിക്കൂ. ഇത് നോക്കുക, ശമരിയാൽ യേശു ഒരിക്കൽ ശമരിയായിൽ ചെന്നപ്പോൾ
അവിടെ വെച്ച് കണ്ടുമുട്ടുന്ന ശമരിയാക്കാരി സ്ത്രീയും യേശുവും നടക്കുന്ന ഒരു സംഭാഷണമാണ്. ആമേൻ. വായിച്ചേരാ. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത്. ഒരിക്കൽ ശമരിയാക്കാരി അവിടെ പാർത്തിരുന്ന ദേശത്ത് ആ കിണറ്റിന്റെ കരയിൽ അവൾ കടന്നു വന്ന് വെള്ളം കോരുവാൻ ആരുമില്ലാത്ത സമയമായിരുന്നു. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, നമുക്ക് ഈ പശ്ചാത്തലം അറിയുന്നതുകൊണ്ട്. അവൾ ഒറ്റയ്ക്ക് വെള്ളം കോരുവാൻ ആ കിണറ്റിന്റെ കരയിൽ വന്നപ്പോ ആ സമയത്ത് അവിടെ ആരെത്തി? യേശു മെസ്സിയാമേ. അതിന് വായിച്ചേടാ. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലും. അപ്പൊ യേശു അവിടെ വന്നിട്ട് ഈ ശമരിയാക്കാരി സ്ത്രീയോട് പറയുന്നത് ഇത്തിരി സംഭാഷണമുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഓ പോളെ, നിങ്ങൾ പിതാവിനെ ആരാധിക്കുന്നത് ആ മലയിലും ഈ മലയിലും എന്നാണ് ശമരിയാക്കാരി സ്ത്രീ യേശുവിനോട് പറഞ്ഞതാമേ. അപ്പൊ യേശു തിരിച്ചുള്ള പറയുന്നത് എന്താണ്? ഈ മലയിലുമല്ല. എന്റെ പൊന്ന സഹോദരി, ഒരു മലയിലുമല്ല എന്നുള്ള നാഴിക, ദൈവത്തെ ആരാധിക്കേണ്ടത് ഒരു മലയിലുമല്ല എന്നുള്ള നാഴിക വരുന്നു എന്ന് യേശു അവളോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അവളുടേതായ ആരാധന രീതി, അവൾ ആശ്രയിച്ചിരിക്കുന്നതായ വിശ്വാസത്തിന്റെ പ്രമാണം, അത് കർത്താവ് പറഞ്ഞ അതല്ല ശരി. ഇനി വായിക്കട്ടാ. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുക. യേശു പറഞ്ഞ മകളെ, നീ അറിയാത്തതിനെയാണ് ഇപ്പോൾ നമസ്കരിക്കുന്നത്. ഇന്ന് പലരും നമസ്കരിക്കുന്നത് അറിയാത്തതിനെയാണ്. എനിക്കത് എടുത്തു പറയാൻ കഴിയാണ്. ഇന്ന് പലരും പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, പലരും കർത്താവിനെ ആരാധിക്കുന്ന പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ആമേൻ. പക്ഷെ കർത്താവ് ഇന്ന് വളരെ എടുത്തു പറയുന്നു, നിങ്ങൾ അറിയാത്തതിനെയാണ് ആരാധിക്കുന്നത്. എത്ര നന്നായിട്ട് 2023 വർഷങ്ങൾക്ക് മുമ്പേ ആ ശമരിയ പട്ടണത്തിൽ നമ്മുടെ അരുമനാഥൻ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയിൽ ഒരു സമയം ആ ശമരിയാക്കാരി സ്ത്രീ അടുക്കലേക്ക് യേശു ചെന്നമ്മേ. ആ കിണറ്റിങ്ങനെ സംഭാഷണമാണ്. അവൾ വെള്ളം കോരുവാൻ വന്നു. അങ്ങനെ അവളുമായിട്ട് സംഭാഷിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞങ്ങൾ പിതാവിനെ ആരാധിക്കുന്നത് ആ മലയിലും ഈ മലയിലും എന്നൊക്കെ അവൾ പറഞ്ഞു. അമ്മേ, യേശുവിനെ കണ്ടിച്ചിട്ട് പറഞ്ഞ മകളെ തെറ്റുപറ്റിപ്പോയി. അതല്ല ആരാധന. സത്യ നമസ്കാരികൾ പിതാവിനെ ആരാധിക്കേണ്ടത്. വായിക്കട്ടെ. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല. യെരൂശലേമിലുമല്ല എന്ന് വരുന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുക. എന്റെ പോലീസ് സഹോദരൻ, ഇന്ന് ആയിരക്കണക്കിന് പേര് അറിയാത്തതിനെ നമസ്കരിച്ച് അവർ അതിൽ സംതൃപ്തി അടയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ സമയം വളരെ ശക്തമായി എഴുതിയിരിക്കുന്നു. നിങ്ങൾ അനേകം അറിയാത്തതിനെ നമസ്കരിക്കുമ്പോൾ ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കും. ദൈവത്തിന് സ്തോത്രം. തെറ്റുപറ്റി പോകരുത്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, കുരുടനെ വഴി നടത്തിയാൽ രണ്ടുപേരും ചെന്ന് ആ പൊട്ടക്കുഴിക്കകത്ത് വീഴുന്ന അനുഭവത്തിലാണ് ഇന്ന് സഭാ നേതാക്കന്മാരെ. ഞാൻ എല്ലാവരും കുറിച്ച് പറയുന്നില്ല. പലരും ദൈവത്തിന്റെ ആലയം എന്ന് പറഞ്ഞ്, ഇതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കുരുടനെ വഴി നടത്തുന്ന അനുഭവത്തിൽ ജനത്തെ നയിച്ചു കൊണ്ടുപോകുന്നു. ഇവർക്കുള്ള ശിക്ഷാവിധി ഇത് വലുതാണ്. ദൈവത്തിന് സ്തോത്രമേ. ഞാൻ ആ ഭാഗത്ത് ചെല്ലുന്നില്ല. എന്നാൽ എന്തുകൊണ്ട് ഇന്ന് ഞായറാഴ്ച പകൽ സമയം ഈ ചെറിയ കൂട്ടത്തിൽ ആത്മാവ് ഇടപെടുന്നു? യേശു പറഞ്ഞു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. എന്റെ പൊന്നു ദൈവമക്കളെ, ഓൺലൈനായിരിക്കുന്ന ആ കുടുംബങ്ങളെ, ഈ യൂട്യൂബിലെ കേൾക്കുന്ന ആ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആരാധിക്കുന്നുവെങ്കിൽ, നിങ്ങൾ കർത്താവിനെ നമസ്കരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ശരിക്കും അറിഞ്ഞ് സത്യത്തിലും ആത്മാൻ ആരാധന എന്തെന്ന് മനസ്സിലാക്കി നിങ്ങൾ അതനുസരിച്ച് ആരാധിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ആത്മാക്കൾക്കൊന്നും എനിക്ക് ഗ്യാരണ്ടി പറയാൻ കഴിയത്തില്ല. കാരണം പ്രമാണം അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. യേശു സ്വന്തം നെഞ്ചത്ത് കയറ്റി പറഞ്ഞത്, നിങ്ങളോ ശമരിയാക്കാരി സ്ത്രീ, നിങ്ങളോ അറിയാത്തതിനെ ആരാധിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞങ്ങളോ അറിയുന്നതിനെ ആരാധിക്കുന്നു.
ഇന്ന് പകൽ സമയം അറിയുന്നതിനെ ആരാധിക്കുക. എന്താണ് പ്രാർത്ഥന? എന്താണ് ആലയം? ആലയം എങ്ങനെയായിരിക്കണം? നാം പഠിച്ചു വരുന്നേ. ഇനി വായിച്ചാട്ടാ. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യ നമസ്കാരികൾ. അങ്ങനെ നമ്മുടെ സത്യ നമസ്കാരികൾ. സത്യം സത്യം സത്യമേ. നമുക്കറിയാം, നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തക ഫ്രണ്ട് എഴുതിയിരിക്കുന്നത് ബൈബിൾ എന്നാണ് എഴുതിയിട്ടുള്ളത്. സത്യവേദപുസ്തകം എഴുതിയിരിക്കുന്നത്. അതിനകത്ത് എഴുതിയിരിക്കുന്ന 66 പുസ്തകത്തിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ട്രൂത്ത് തന്നെയാണ്. അത് കർത്താവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് അതിനൊന്നും ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല. അത് അങ്ങനെ തന്നെ. നോക്കുക, ഈ യോഹന്നാൻ സുവിശേഷത്തിലെ 4-ാമത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങളാണ് സത്യം വായിച്ചേ. സത്യ നമസ്കാരികൾ. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ഇപ്പോൾ വന്നുമിരിക്കുന്ന തന്നെ നമസ്കരിക്കുന്നവർ, യേശു പിതാവിനെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ആഗ്രഹിക്കുന്ന പിതാവ് ഇച്ഛിക്കുന്നു. പിതാവിന്റെ ആഗ്രഹമാണ്. ആരെങ്കിലും ഈ 21-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ആരെങ്കിലും സത്യനമസ്കാരികൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നുവെങ്കിൽ അതാണ് പിതാവ് ഇച്ഛിക്കുന്നത്. നാം പിതാവ് ഇച്ഛിക്കുന്ന ആരാധനയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇരിക്കുന്നു. ആരാധന ആയിരക്കണക്കിന് രീതിയിലാണ് ഇന്ന് ലോകത്ത് ആരാധന നടക്കുന്നത്. പക്ഷെ നിങ്ങൾ പിതാവ് ഇച്ഛിക്കുന്ന ആരാധനയിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. ഇല്ലെങ്കിൽ എല്ലാം വ്യാർത്ഥമല്ലേ. ഇതിന്റെ അവസാനത്തെ റിസൾട്ട്, ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ അവസാനത്തെ റിസൾട്ട് എന്ന് പറയുന്നത്, പിതാവ് ഇച്ഛിക്കുന്ന ആരാധനയിലാണ് നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ, ആ ആരാധനയാണ് നിങ്ങളുടെ ആയുസ് ക്രിസ്തുവിന് പൂർത്തീകരിക്കുന്നുവെങ്കിൽ, ക്രിസ്തു ഇരിക്കുന്ന ഇടമായ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ക്രിസ്തുവിനോട് നിങ്ങൾ ഇരിക്കും. അല്ല, പിതാവ് ഇച്ഛിക്കുന്ന ആരാധന അല്ല എങ്കിൽ പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ നരകത്തിലായിരിക്കും അവരുടെ വാസം. ഇത് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്കത് പറഞ്ഞു തരാൻ കഴിയും. അങ്ങനെയല്ലേ? അതെ. അതുകൊണ്ട് ഇന്ന് പകൽ സമയം നമ്മളത് ശ്രദ്ധിക്കുവാനും ഒന്ന് ചിന്തിക്കുവാനും ഈ ഞായറാഴ്ച പകൽ സമയം കർത്താവ് നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കാത്തക്കൊണ്ട് നമ്മളെ പുറത്തു കൊണ്ടുവരുന്നേ. എന്താ കൊണ്ടുവന്നത്? നാം ആയിരിക്കുന്ന ആലയം എങ്ങനെ നമ്മൾ സൂക്ഷിക്കുന്നു? എന്താണ് ഈ ആലയത്തിനകത്ത് നടക്കുന്നത്? എന്താണ് നടക്കേണ്ടത്? ഇതിനെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വരുന്നേ. നമ്മൾ ആദ്യം വായിച്ചു, എൻ്റെ ആലയം പ്രാർത്ഥനാലയമായിരിക്കും. ആയിരിക്കണം. അതാണ് പിതാവ് ഇച്ഛിക്കുന്നേ. നമുക്കറിയാം, പഴയ കാലഘട്ടത്തിൽ സമാഗമന കൂടാരത്തിനമേ ആലയമായി ജനം അന്ന് കർത്താവിനെ അവിടെ ആരാധിച്ചുകൊണ്ടിരുന്നു. പിന്നെ ദാവീദിന്റെ കാലഘട്ടം എത്തിയപ്പോൾ ദാവീദ് യെരൂശലേം ദേവാലയം പണിതു അവിടെ ദൈവത്തെ അവർ ആരാധിച്ചു പോന്നു. യേശുവിന്റെ കാലഘട്ടം വന്നപ്പോൾ അതെല്ലാം മാറി. ആലയം എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമായി തീർന്ന ദൈവത്തിന് സ്തോത്രമാണ്. അങ്ങനെ ഞാനും നിങ്ങളുമായിരിക്കുന്ന ആലയം യെരൂശലേം ദേവാലയം പോലെ ആകരുത്. അതെന്താ അങ്ങനെ? യെരൂശലേം ദേവാലയത്തിൽ യേശു എന്താ അവിടെ ചെന്നപ്പോൾ, അവിടെ പ്രാർത്ഥിക്കുവാൻ ചെന്നപ്പോൾ എന്താ സംഭവിച്ചത്? അത് കള്ളന്മാരുടെ ഗുഹയായി കണ്ടു കർത്താവ്. സകലത്തിലെ ശാസിച്ചതുപോലെ ഇന്ന് എത്രയോ ആലയങ്ങൾ കള്ളന്മാരുടെ ഗുഹ പോലെ കൊണ്ടു നടക്കുന്നു. കർത്താവ് എന്താ പറഞ്ഞത്? ശമരിയ സ്ത്രീയെ, പിതാവ് ഇച്ഛിക്കുന്ന ആരാധനയാണെങ്കിൽ നീ നിന്റെ കുടുംബം രക്ഷപ്പെട്ട്. പിതാവ് ഇച്ഛിക്കുന്ന ആരാധനയാണ് നീ ആലയത്തിൽ നടക്കുന്നുവെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെട്ടു. സത്യ നമസ്കാരികൾ, പിതാവ് ഇച്ഛിക്കുന്ന ആരാധനയാണ് നിങ്ങൾ നടക്കേണ്ടത്. അത് എവിടെയുണ്ടോ
അവിടെ നിങ്ങൾ കൂട്ടായ്മകൾ ചെല്ലുക, അവിടെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കാം. അതാണ് ദൈവം എന്നെ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ ആവർത്തിച്ച് യേശു യെരൂശലേം ദേവാലയം ചെന്ന് ശുദ്ധീകരണത്തിലേക്ക് പോകേണ്ട കാര്യം കടന്നു വന്നു. ആ ശുദ്ധീകരണം കാണിക്കുന്നത് നമ്മുടെ ജീവിതമായി വലിയ പ്രാധാന്യമുള്ള ദൈവത്തിന്റെ സ്തോത്രമാണ്. ഇപ്പൊ വന്ന് ഞാനും നിങ്ങളുമാണ് ദൈവത്തിന്റെ ആലയം. നേരത്തെ വായിച്ചു, ശുദ്ധവും നിർമ്മലവുമായിരിക്കണം ഈ ആലയങ്ങളാമേ. ഒരു വാക്യം വായിച്ചേട്ടാ, മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 12-13. യേശു ദേവാലയത്തിൽ ചെന്ന് ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവിനെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞ് അവരോട് എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. വളരെ വ്യക്തമായി എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഞാനും നിങ്ങളും ദൈവത്തിന്റെ ആലയം എന്ന് നമുക്കൊരു സുബോധമുണ്ടെങ്കിൽ ഇതിനകത്ത് പ്രാർത്ഥനയുണ്ടോ അതോ കള്ളന്മാരുടെ സ്വഭാവമാണോ? അവർക്കുള്ള തിങ്സ് ആണോ ഇതിനകത്തിരിക്കുന്നത്? അതിനുള്ള ആലോചന സഭയാണ് ഇതിനകത്തിരിക്കുന്നത്. എത്രയോ ആലയം എന്ന് പറയുന്ന ആലയത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ, ആയുധങ്ങൾ പോലെ സൂക്ഷിച്ചു വയ്ക്കുന്നു, മത്സരിക്കുന്നു, അടിപിടി നടക്കുന്നു. ആവശ്യമില്ലാത്ത കമ്മിറ്റികൾ, ആവശ്യമില്ലാത്ത മീറ്റിങ്ങുകൾ, ലോകപ്രകാരമുള്ള എത്രയോ കാര്യങ്ങൾ ആലയത്തിനകത്ത് നടക്കുന്നു. ഇതാണോ ആലയം? ഇത് കണ്ടിട്ടല്ലേ യേശുവിനെല്ലാം പുറത്താക്കിയത്? ശമരിയക്കാരിൽ കർത്താവ് പറയുന്നു, എന്റെ ആലയം പ്രാർത്ഥനാലയമായിരിക്കണം. അത് പുതിയ നിയമത്തിൽ എടുത്തു പറയുന്നു. ഈ കർത്താവിന്റെ ആലയത്തിൽ എങ്ങനെയാണ് ആരാധന നടക്കേണ്ടത്? സത്യത്തിലും ആത്മാവിലും ആരാധന ഇതിനകത്ത് നടക്കണം. ഇന്ന് ആരാധന ഉണ്ടോ? നിങ്ങൾ പറയുന്നുണ്ടോ? യേശുക്രിസ്തു പറയുന്നു, സത്യത്തിലും സത്യ നമസ്കാരികൾ പിതാവിനെ ആരാധിക്കാൻ ആരെങ്കിലും തീരുമാനമെടുക്കുന്നെങ്കിൽ അവൻ എന്ത് ചെയ്യണം? സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. അപ്പൊ നാമാകുന്ന ശരീരത്തിൽ, ഈ ആലയത്തിൽ നാമാകുന്ന സഭയിലെ ആരാധന എങ്ങനെയായിരിക്കണം? സത്യത്തിലും ആത്മാവിലും വർഷിപ്പാണ് നടക്കേണ്ടത്. ഇതിന് വിരുദ്ധമായ ആരാധന എവിടെയെങ്കിലും നടക്കുന്ന ആര് പറഞ്ഞാൽ നിങ്ങൾ പോകരുത്. അവിടെ ദൈവമില്ല, ദൈവമില്ല, ദൈവമില്ല. പിതാവ് ഇച്ഛിക്കുന്ന വർഷിപ്പ് എവിടെയുണ്ടോ അവിടെ ചെല്ല്. അവിടെ ദൈവ സാന്നിധ്യമുണ്ട്. അവിടെ പിതാവ് പരിശുദ്ധ വലിയ നിറവുണ്ട്. അവിടെ ആത്മാവിന് വലിയ പ്രവൃത്തിയുണ്ട്. ഈ കാലഘട്ടത്തിൽ അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ വണ്ണം ഇതിനെ മറച്ചു വെച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത എത്രയോ കാര്യങ്ങൾ ആലയത്തിനകത്തുകൊണ്ടെന്ന് കുത്തി തിരികെ വെച്ചുകൊണ്ട് ജനത്തെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ പ്രവർത്തനങ്ങൾ ദൈവസഭയിൽ നടക്കും അല്ലേ? അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ഞാൻ അവിടെ ഇല്ല മോനെ. കർത്താവിനെ വേദനിക്കുകയാണ്. എന്റെ കർത്താവ് കരയുന്നു. എന്റെ പൊന്നുമക്കളെ, നമുക്ക് മടങ്ങി വരാം. ഇത് അലക്സ് പാസ്റ്റർ പറയുന്നതല്ല, വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ എന്റെ ആലയമെങ്കിൽ അതിനകത്ത് പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ആലയം ശുദ്ധീകരിക്കപ്പെടണം. ആലയം നിർമ്മലമായിരിക്കണം. ആവശ്യമില്ലാത്തൊന്നും ആലയത്തിനകത്ത് വരുവാൻ പാടില്ല. ഇത് ദൈവം വസിക്കുന്ന മന്ദിരമാണ്. സഭ ദൈവത്തിൻ്റെതാണ്. തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്ന ദൈവസഭ. അവിടെ എന്താ നടക്കേണ്ടത്? കർത്താവ് പറഞ്ഞു തരുന്നേ, ഒന്ന്, സഭ ശുദ്ധീകരിക്കപ്പെടണം. ശുദ്ധീകരണം കൂടാതെ ആർക്ക് ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ക്രിസ്തു വന്ന് ഉറപ്പിക്കുന്ന കാര്യമാണ്, നിങ്ങൾ ആരെങ്കിലും പിതാവിനെ ആരാധിക്കാൻ തയ്യാറെങ്കിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. അല്ലാതെ ആ മലയിലുമല്ല, ഈ മലയിലുമല്ല, യെരൂശലേമിലുമല്ല, ആ ദേവാലയത്തിലും അതൊന്നുമല്ല ആരാധന. പൊയ്ക്കോ,
കയ്യിൽ എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അവിടെ സത്യത്തിലും ആത്മാവിലും ആരാധന ഉണ്ടെങ്കിൽ ചെന്നോ, കുഴപ്പമില്ല, നിങ്ങൾ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുരുടന വഴി നടത്തുന്നവർ രണ്ടും ചെന്ന് നിത്യ നരകത്തിൽ നിന്ന് വീഴും. വേണ്ട ദൈവമക്കളെ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈ റെവലേഷൻ നമ്മുടെ ഹൃദയത്തിൽ തരുന്നത്. ആരാധന എന്തായിരിക്കണം, ആലയത്തിൽ എന്താ സംഭവിക്കേണ്ടത്, ദൈവത്തിന്റെ സഭയിൽ എങ്ങനെയായിരിക്കണം ശുശ്രൂഷ, അവിടെ നടക്കേണ്ട ശുശ്രൂഷ പരിശുദ്ധാത്മാ ശുശ്രൂഷ തന്നെയായിരിക്കണം. ഇന്ന് സഭയെ പരിശുദ്ധാത്മാവാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാ അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിന് ഹിതമില്ലാത്ത കാര്യം ദൈവം കണ്ടപ്പോൾ സകലത്തിനെയും ആട്ടി പുറത്താക്കി. ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുവാനും പ്രാർത്ഥിക്കേണ്ടതിനുമായുള്ള സ്ഥലമാണ് നമ്മുടെ നാമാകുന്ന ആലയം. അതെ, കർത്താവ് ഇറങ്ങി വരുവാനും കർത്താവുമായി നമുക്ക് കൂട്ടായ്മ കൂടുവാനും നമുക്ക് ദൈവത്തോട് സംഭാഷിക്കുവാനും പ്രാർത്ഥിക്കുവാനും സത്യത്തിൽ ആരാധിക്കുവാനും ആണ് ആലയമായി നമ്മെ കർത്താവാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ആലയത്തിനകത്ത് ഒന്ന്, ആലയം ശുദ്ധീകരിക്കപ്പെടണം. രണ്ട്, ആലയത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ആ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം, ആരാധന എങ്ങനെയായിരിക്കണം? സത്യത്തിലും ആത്മാവ് ആരാധനയായിരിക്കണം. എങ്കിൽ നമുക്ക് ദൈവവുമായുള്ള കൂട്ടായ്മ വളരെ അനുഗ്രഹമായിരിക്കും. ആലയത്തിൽ നമുക്ക് ദൈവവുമായി കൂട്ടായ്മ കൂടുവാനും ദൈവത്തെ ആരാധിക്കുവാനും ഒക്കെ ആക്കി വച്ചിരിക്കുന്നതായ ദൈവത്തിന്റെ മന്ദിരമാണ് സഭ. നാം ഓരോരുത്തരും ഇത് മറന്നു പോകരുത്. എവിടെ ചെന്നിരുന്നാലും ആമേ, ഞാൻ പിതാവ് ആഗ്രഹിക്കുന്ന, പിതാവ് ഇച്ഛിക്കുന്ന ആരാധനയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിതാവെ, അങ്ങ് ഇറങ്ങി വരുന്ന, അങ്ങ് വസിക്കുന്ന, അങ്ങയുടെ സാന്നിധ്യമുള്ള ഒരു വിശുദ്ധ മന്ദിരമാക്കി എന്നെ ഒരുക്കണമേ. കള്ളന്മാരുടെ ഗുഹ പോലെ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ കാണരുത്. ഇന്ന് ഈ ആലോചന കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ഏറ്റു പറയാം, ഏതെങ്കിലും തരത്തിൽ ദൈവത്തിന് ഹിതമില്ലാത്ത കാര്യങ്ങളമ്മേ ഈ ആലയത്തിനകത്ത് കൊണ്ട് നമ്മൾ നടക്കുന്നുവെങ്കിൽ, അത് വച്ചിട്ടാണ് നാം ഈ ആലയത്തെ പവിത്ര എന്ന് പറയുന്നുവെങ്കിൽ, നാം നമ്മത്തിനെ വഞ്ചിക്കുന്ന അനുഭവമായി തരും. വേണ്ടവർക്ക് മടങ്ങി വരാൻ നമുക്ക് കഴിയും. എങ്ങനെ കഴിയും? നാം തയ്യാറെങ്കിൽ ദൈവം നമുക്ക് കൃപ തരും. നാം തയ്യാറെങ്കിൽ ദൈവം നമുക്ക് കൃപ തരും. ആ കൃപയിൽ ഈ ആലയത്തെ പവിത്രമായി സൂക്ഷിക്കാൻ കഴിയും. ഒരു തെറ്റായ ചിന്ത വരുമ്പോൾ തന്നെ അകത്തിരിക്കുന്ന പരിശുദ്ധം ഇൻഫോം തരും, മോനെ ദാറ്റ് ഈസ് റോങ്. അപ്പോൾ നമ്മളത് മാറ്റും. അതിന് ആത്മാവിനകത്തുണ്ടായിരിക്കണം. സത്യത്തിലും ആത്മാവിലുള്ള ആരാധന ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധ പ്രാർത്ഥനയാണ് ആലയത്തിൽ നടക്കേണ്ടത്, സഭയിൽ നടക്കേണ്ടതാമേ. ഇന്ന് എന്താ നടക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു മീറ്റിംഗ് ആമേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട, ഇത് മുൻപൊക്കെ നല്ല പ്രയോജനപ്പെട്ട ഒരു ദൈവദാസരൊക്കെ ആയിരുന്നു. യാദൃശ്യമായിട്ട് എനിക്ക് അവിടെ ഒരു ഇത് കാണേണ്ടി വന്നാമേ. ഈ ക്ലബില് അറിയില്ല, ഡാൻസ് ആയിരുന്ന ക്യാമറ ഡാൻസ് ഒക്കെ അങ്ങനെ തന്നെ, അത് തന്നെ നൃത്തം ചെയ്യുന്നതായ അനുഭവത്തില് കളർ ലൈറ്റൊക്കെ ഇട്ട് ഡിസ്കോ സ്റ്റൈലൊക്കെ ഇട്ട് ആമേ സ്റ്റേജ് മൊത്തം അലങ്കരിച്ച് കോടിക്ക് എത്രയോ ലക്ഷം രൂപ കൊടുത്തിരിക്കാം. അവിടെ നിന്നുകൊണ്ട് ആമേ ആരാധന എന്ന് പറഞ്ഞു ജനത്തെ അവരും അതിന് സന്തോഷിപ്പിക്കൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ പറ, ഇത് ശരിയാണ്? എൻ്റെ ആലയം പ്രാർത്ഥന വിളിക്കപ്പെടും. കർത്താവിന്റെ ആലയം പ്രാർത്ഥന, യേശു എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങൾ ആരും കള്ളന്മാരുടെ പോയാക്കരുത്. അങ്ങനെ ആക്കുമെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യം അവിടെ ഇരിക്കത്തില്ല. നേരത്തെ എന്താ പറഞ്ഞത്? സഭയെ എങ്ങനെ സ്നേഹിക്കുന്നു അതേപോലെയാണ് ക്രിസ്തു നമ്മളെ സ്നേഹിച്ചത്. ഈ ആലയത്തെ ക്രിസ്തു അങ്ങനെയാണ് സ്നേഹിച്ചത്. തന്നെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. എന്തിനെന്നറിയാവോ? കർത്താവിന് വസിക്കുവാൻ, കർത്താവിരുന്ന് കർത്താവ് തിരഞ്ഞെടുത്ത മക്കളുമായി കൂട്ടായ്മ കൂടുവാൻ, അതിനകത്ത് പ്രാർത്ഥിപ്പാൻ. ഇതിനാണ് നമ്മൾ ഓരോരുത്തരെയും കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നാം ദൈവത്തിന്റെ പരിശുദ്ധമായ ആലയം തന്നെ ആയിരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധമായ ഭവനം തന്നെ ആയിരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധമായ മന്ദിരം തന്നെ ആയിരിക്കണം. ആമേ. ഒരു അശുദ്ധി വലിച്ചു വെച്ച് ദൈവകോപം നമ്മളാരും വരുത്തി വെക്കുന്നതാണ്. ഒരല്ലേ പറഞ്ഞാട്ടെ.
യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ എന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. കണ്ട, ആ 2:17 എഴുതിയിരിക്കുന്നു. യേശു അമ്മേ വളരെ ശക്തമായ അമ്മ യെരൂശലേം ദേവാലയത്തിന്റെ പരിസരത്ത് കടന്നേക്കുമ്പോൾ ശിഷ്യന്മാരുടെ ചില ചോദ്യത്തിന് കർത്താവ് കൊടുക്കുന്ന ആൻസറാണ്. യേശു പറഞ്ഞു, എന്റെ ആലയത്തെ കുറിച്ച്. എന്താണ്? എന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ്. എന്റെ ആലയത്തെ കർത്താവിന് താൻ വില കൊടുത്തു വാങ്ങിയ ആലയത്തെ കുറിച്ച് എന്തുണ്ട്? എരിവുണ്ട്. എരിവ് നമുക്കുണ്ട് എരിവ്. കർത്താവ് പറയുന്നുണ്ട് എന്റെ ആലയത്തെ കുറിച്ച്. എന്താണ് കർത്താവിന്റെ ആലയം? ആരാണ്? നാം ഓരോരുത്തരാണ്. അതെന്താ എരിവോട് വിലക്കാരാണ്? $1 കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതല്ലേ ഈ ആലയം. പിന്നെ എന്ത് കൊടുത്തതാണ്? തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത്. നിങ്ങൾ ആർക്കെങ്കിലും 5 ലക്ഷം രൂപ നന്നാൻ വേണ്ടി കൊടുത്തിട്ട് ആ മനുഷ്യൻ നശിച്ചു പോയി നിങ്ങൾക്ക് പ്രയാസം കാണുമല്ലോ? കാണത്തില്ല മേടിച്ചത്. നിങ്ങളൊരു കുടുംബത്തിന് 5 ലക്ഷം രൂപ കൊടുത്ത് നന്നാകാൻ വേണ്ടി, പക്ഷെ അവൻ കേട്ടില്ല, നശിച്ചു പോയാൽ നിങ്ങൾക്ക് പ്രയാസം കാണത്തില്ലേ? പ്രയാസം കാണും. ഞാൻ ചെറിയ എക്സാമ്പിൾ പറഞ്ഞാണ്. കർത്താവ് തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ തന്റെ ആലയത്തെ കുറിച്ച് എന്ത് എരിവെന്നറിയ കർത്താവാണത്. ഓരോ ദിവസവും കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്റെ ആലയം എങ്ങനെ ഇരിക്കുന്നു? അതിനകത്ത് പ്രാർത്ഥനയുണ്ടോ? അതിനകത്ത് ആരാധനയുണ്ടോ? അത് വിശുദ്ധമായിരിക്കുന്നുവോ? അവിടെ പരിശുദ്ധാത്മാവിന്റെ ചിന്തയുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുണ്ടോ? അതോ കള്ളന്മാരുടെ പ്രവൃത്തിയാണോ? പൊന്നുമക്കളെ, നമ്മൾ ചതിക്കുഴിയിൽ വീടരുത്. നമ്മുടെ വിശ്വാസ ജീവിതം വർഷത്തിലെ പഴക്കം പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. സംഘടന പേര് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സംഘടനകളോ ഈ പ്രസ്ഥാനങ്ങളോ ഒന്നും നമ്മളെ ആരെയും സ്വർഗത്ത് കൊണ്ടുപോകത്തില്ല. ഒരിക്കലും നമ്മൾ ആരെ സ്വർഗത്ത് കൊണ്ടുപോകത്തില്ല. ഇതൊന്നും കൊണ്ടുപോകത്തില്ല. യേശു ക്രിസ്തു പറഞ്ഞത് എന്റെ ആലയത്തെ കുറിച്ച് എനിക്ക് എരിവുണ്ട്. അതേ എരിവ് നമുക്ക് ഓരോരുത്തർക്കും നാം ആയിരിക്കുന്ന ആലയത്തെ കുറിച്ചും ഉണ്ടായിരിക്കണം. ആ എരിവുണ്ടെങ്കിൽ നാം രക്ഷപ്പെടും. ഞാൻ ദൈവത്തിന്റെ ആലയമാണ്. ഈ ആലയത്തിനകത്ത് എന്തൊക്കെ നടക്കണമെന്ന് ദൈവം എനിക്ക് പ്രമാണം തന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പൊന്നു പ്രിയ മക്കളെ, യേശു എരിയണം. എത്രയോ ആലയം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി കർത്താവിനെ അറിഞ്ഞു. പിന്നത്തിന് പല വ്യക്തികൾ, പല ആലയങ്ങളും തകർന്നു പോകുന്ന അനുഭവം. കർത്താവിന് മനസ്സ് വേദനിക്കാതിരിക്കുമ്പോൾ നമ്മളെ കുറിച്ച് കർത്താവ് വ്യസനിക്കുവാൻ കർത്താവ് മറ്റൊന്നും ചെയ്തു കൊടുത്തില്ലായിരിക്കും. കർത്താവിന് വ്യസനിക്കുന്നൊരു പ്രവൃത്തി നമ്മൾ കാണുന്നത്. ഇന്ന് ചിന്തിക്കണം, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആലയമാണ്. ആർക്കും അന്ന് മാറിപ്പോകാൻ പറ്റത്തില്ല. ഈ ആലയം പവിത്രമായി സൂക്ഷിക്കേണ്ട കടമ ഒന്ന് നമുക്കുണ്ട്, 2 പരിശുദ്ധാത്മാവുണ്ട്. നാമും കൂടെ ചേർന്നാല് അവിടെ സക്സസ് ആവത്തില്ല അല്ലേ? പരിശുദ്ധാത്മ മാത്രം വിചാരിച്ച പറ്റത്തില്ല, നാം കൂടെ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോ ആലയം സുരക്ഷിതമായിരിക്കും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 7 വാക്യം വായിച്ചാൽ. എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക. 7 സഭകളിൽ ഒരു സഭയായ എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക. 7 നക്ഷത്രവും വലം കയ്യിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നു. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലനും അല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ചു. ഒരു സഭയ്ക്ക് ദൂതെഴുതുന്ന ആ കാര്യമാണ് ഇപ്പൊ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ. ആ സഭ എങ്ങനെയായിരിക്കുന്നു? അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച്
ആത്മാവിൽ അവിടെ ദൂതിയുടെ നാമേ. നമ്മൾ നേരത്തെ എന്താ വായിച്ചത്? ദൈവത്തിന് തന്റെ സഭയെ കുറിച്ച്, തന്റെ ആലയത്തെ കുറിച്ച് എന്തുണ്ട്? എരിവുണ്ട്. ആ എരിവിൽ നിന്നുകൊണ്ട് എഫെസോസിലെ സഭയെ നോക്കിയിട്ട് പറയാണ്, എഫെസോസിലെ സഭയെ എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. അവിടുത്തെ പാസ്തകം ദൂതൻ എഴുതുക. 7 നക്ഷത്രം വലക്കൈ. 7 നക്ഷത്രം വലങ്കൈ പിടിച്ചിരിക്കുന്നവൻ, 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്ന സഭയെ ഞാൻ നിന്റെ പ്രവൃത്തിയിലും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തത്. കൊള്ളരുതാത്തവരെ സഭയിൽ നടക്കുന്ന കാര്യമാണ്. കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതുമായ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. മതി വിട്ടു, ഞാൻ അറിയുന്നു. കണ്ടോ, കർത്താവ് പറയുന്നത്, എനിക്കെന്റെ സഭയെ കുറിച്ച് എരിവുണ്ടാമേ, എനിക്കെന്റെ ആലയത്തെ കുറിച്ച് എരിവുണ്ട്. നാം രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് കർത്താവിന്റെ ആലയമായിരിക്കുന്നുവെങ്കിൽ രാവുകൾ നമ്മെ കുറിച്ച് എരിയുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. നാം എങ്ങനെയായിരിക്കുന്നു? നമ്മുടെ കൂട്ടായ്മ എങ്ങനെയായിരിക്കുന്നു? നാം അല്ലെങ്കിൽ സഭ എങ്ങനെ ആയിരിക്കുന്നു? അതുകൊണ്ട് കർത്താവ് ആത്മാവില് എഴുതി പിടിക്കുക അവിടുത്തെ ദൂതന്. ദൈവത്തിന് സ്തോത്രം. ഇനി വായിക്കടാ. എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം. നോക്കുക, നീ തളർന്നു പോയില്ല. നീ സഹിച്ചത്, നിന്റെ വേദന, നിന്റെ പ്രയാസങ്ങൾ, നീ കടന്നുപോയി എല്ലാ മേഖലകളും ആരറിയുന്നു? ഉടയവൻ അറിയുന്നുണ്ട്. ദൈവത്തിന്റെ സ്വന്തമേ, നീ കർത്താവിന്റെ ഉത്തമമായ ഒരു ആലയമെങ്കിൽ അവന്റെ ഒബ്സർവേഷനിലാണ് നീ എപ്പോഴും ആയിരിക്കുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന വേദനയായിരിക്കാം, കടന്നുപോണ ഏത് മേഖലയായിരുന്നാലും മുഴുവനും കർത്താവ് കണ്ടുകൊണ്ടേയിരിക്കുന്നു. അതാണ് സഭയെ കുറിച്ചുള്ള കർത്താവിന്റെ എരിവ്, നമ്മെ കുറിച്ചുള്ള കർത്താവിന്റെ എരിവ്. നമ്മളത് മറന്നു പോകരുത്. അതിന് വായിക്കണം. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞുവെന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. നോക്കണമേ, ഇതാണ് കർത്താവ് സഭയെ നയിക്കുന്ന രീതി. ആ സഭയെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നേ. അപ്പോ കർത്താവ് എത്രമാത്രം വില കൊടുത്താണ് സഭയെ നേടിയതും സഭയെ സഭയാക്കി വെച്ചിട്ട് കർത്താവ് മാറി നിൽക്കുകയും ഓരോ സെക്കൻഡിലും അത് വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സഭ എങ്ങനെ പോകുന്നു? ഇവിടെ ഞാൻ എഴുതി വെച്ച പ്രകാരമാണോ ഇതിനകത്ത് ആരാധന നടക്കുന്നത്? ഇതിനകത്ത് ഏതെങ്കിലും പാപത്തിന്റെ ശക്തി വന്നിട്ട് അതിനെ കണ്ട് ഉണരായിരിക്കുന്നുവെങ്കിൽ അതുപോലും കർത്താവ് അറിയുന്നു. കർത്താവ് സഭയെ കുറിച്ച് എരിവുണ്ട്. എന്നെ നിങ്ങളെ കുറിച്ച് കർത്താവിന് എരിവുണ്ടാമേ. ഈ എരിവ് നമുക്കും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് സ്നേഹമുള്ള പിതാവ് പറയുന്നത്, ഇപ്പോഴും കുഴപ്പമില്ല, നന്നായി പോകുന്നെങ്കിലും നീ ആരംഭത്തിൽ എന്റെ അടുക്കൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന തീക്ഷണത നിനക്കില്ല. ആരംഭത്തിൽ എന്റെ അടുക്കൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന കയ്യടിയും ആരാധനയും പ്രാർത്ഥനയും വചനധ്യാനവും ട്രാക്ട് കൊടുക്കുന്നതും രോഗികളെ ചെന്ന് കാണുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ത് പറ്റുമെന്ന് അറിയുമോ? അവിടെ എല്ലാം എവിടേക്കോ നിനക്ക് വീഴ്ച വന്നിരിക്കണം. ഒരു കുറവ് നിന്നെ കുറിച്ച് പറയണം. ഇതാണ് ദൈവം സഭയെ സൂക്ഷിക്കുന്നതിന്റെ രീതി. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു ബലഹീനത എന്തെന്ന് നാം അറിയാതെ പോകുമ്പോൾ
നമ്മെ അറിയിച്ച് അതൊന്ന് മടക്കിക്കൊണ്ടുവരുന്ന നല്ലൊരു വാഴ്ത്തപ്പെട്ട കർത്താവാണ് ഈ സഭയുടെ ഉടമസ്ഥൻ. ഈ സഭയ്ക്കകത്ത് ആർക്കും കയറി ഭരിക്കുവാൻ കഴിയത്തില്ല. എന്റെ ഭരണകർത്താവ് എന്റെ കർത്താവാണ്. എന്റെ കർത്താവ് സഭയെ നയിക്കട്ടെ. എന്റെ കർത്താവ് സഭയെ കൊണ്ടുപോകട്ടെ. എന്റെ കർത്താവ് സഭയുടെ നാഥനായിരിക്കട്ടെ. അതാണ് സഭ. അവിടെ എന്ത് ബലഹീനത വന്നിരുന്നാലും അതാത് സമയത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി ആ തെറ്റുകുറ്റങ്ങളെ മനസ്സിലാക്കട്ടെ. എന്നോട് ഈ സഭയെ കുറിച്ച് എത്രയോ തെറ്റുകുറ്റങ്ങളെ കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നു. ചില വ്യക്തികൾ ദൈവസഭയ്ക്ക് വന്നുകൊണ്ടുന്ന ചില വ്യക്തികളെ കുറിച്ച് എനിക്ക് കർത്താവ് മനസ്സിലായി. മോനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ, അതിലൂടെ നീ ഒരുപാട് വേദനിക്കുമെന്ന് പറഞ്ഞാൽ. അപ്പോഴാണ് ഞാൻ വിവേചിക്കാൻ തുടങ്ങി. ചില വിഷയങ്ങൾ വന്നപ്പോൾ കർത്താവ് കണ്ടല്ലോ, ഞാൻ അന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. ഞാൻ അപ്പോഴാണ് ചിന്തിക്കുന്നത്, നമ്മളെക്കാൾ എത്രയോ ഉപരി നമ്മുടെ കർത്താവ് നമ്മുടെ സഭയെ സ്നേഹിക്കുന്നു. ഒരു ചത്ത ഈച്ച തൈലക്കാരന്റെ തൈലം മുഴുവനെയും നശിപ്പിക്കുന്ന പോലെയാണ് ഇത് പലയിടങ്ങൾ. ഒരു ചത്ത ഈച്ച എന്ന് കണ്ടാൽ നാം എന്ത് ചെയ്യണം? നിങ്ങളുടെ തൈലത്തിൽ, നിങ്ങളുടെ വീട്ടിൽ നല്ല തൈലത്തിൽ ഇത് ചത്ത ഈച്ച ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യും? എടുത്ത് കളയത്തില്ലേ? കളയല്ലേ? അതിനെ വച്ചോണ്ടിരിക്കുമോ? വച്ചോണ്ട് നമ്മുടെ സ്വസ്ഥത എന്തായിരിക്കും? ചത്ത ഈച്ച നമ്മുടെ ഏതെങ്കിലും മേഖലയിൽ അങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ വച്ചുകൊണ്ട് പോകരുത്, സോപ്പിടനെ നോക്കരുത്. അതിന്റെ ലാസ്റ്റ് ഫൈനൽ എന്ന് പറഞ്ഞ് എടുത്തങ്ങ് കളയുക. വീണ്ടും അതിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അത് വലിയൊരു ഡേഞ്ചർ ആയിരിക്കും. അത് പിന്നെ വ്യക്തിയാണെങ്കിൽ കർത്താവ് മാനസാന്തരത്തിൽ കൊണ്ടുവരട്ടെ. നമ്മൾ പോയാൽ നമ്മൾ മാറും. എനിക്കിതിന് അനുഭവമുണ്ട്. അപ്പോഴാണ് കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നെ ഞാൻ അതിശു, കർത്താവ് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈ ചെറിയ മനുഷ്യൻ കർത്താവ് എനിക്കിതെല്ലാം കവർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഈ എരിവുള്ള സഭയെ കുറിച്ചും ആലയത്തെ കുറിച്ച് എരിവുള്ള പിതാവ് അതാത് സമയത്ത് സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും കർത്താവ് കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. എഫെസ്യസിലെ സഭ നോക്കിയപ്പോൾ നന്നായി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവനറിയാതെ ഒരു കുറവുണ്ടായിരുന്നു. മോനെ, നിന്റെ ആദ്യ സ്നേഹം എവിടെ പോയി? അല്ലേ? അപ്പൊ അത്രമാത്രം നമ്മളെ കരുതുന്ന ദൈവം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അത്രമാത്രം ഈ ആലയത്തെ സ്നേഹിക്കുന്ന ദൈവം. കാരണം നിസ്സാരമായിട്ടല്ല, തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്ന കർത്താൻ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് നാം ഒരു വിശുദ്ധ സഭയായി, ഒരു വിശുദ്ധ മന്ദിരമായി, ഒരു വിശുദ്ധ ആലയമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പിതാവ് ആഗ്രഹിക്കുന്നത് ഒന്നേ ഉള്ളൂ, ഈ ആലയത്തിനകത്ത്, ഈ ദൈവസഭയിൽ സത്യത്തിനും ആത്മാവിനും പരിശുദ്ധാത്മയുടെ ആരാധന നടക്കണം, പരിശുദ്ധാത്മയുടെ ശുശ്രൂഷ നടക്കണം. അതിനപ്പുറമായി ആലയത്തിനകത്ത് ഒരു കാര്യങ്ങളും നടക്കരുത്. ആമേൻ. ലോകപ്രകാരമായ ഒരു കാര്യങ്ങളും ആലയത്തിനകത്ത് കൊണ്ടുവരാൻ പാടില്ല. അത് ഔട്ടിലായിരിക്കണം. ആമേൻ. ആലയം എപ്പോഴും പവിത്രമായിരിക്കണം. ആലയത്തിന്റെ പ്രധാന മറ്റൊരു ഉദ്ദേശം എന്താണ്? ദൈവത്തിന് ഇറങ്ങി വന്ന് തൻ്റെ കുഞ്ഞുങ്ങളുമായി ആരാധന കൂടുവാനും സംഭാഷിക്കുവാനും ഒക്കെയാണ് ആലയം കർത്താവ് ആഗ്രഹിച്ചത്. അതിനകത്ത് മറ്റൊരു വ്യക്തി വരുവാൻ വ്യവസ്ഥയില്ല. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു അല്ലേ പറഞ്ഞാട്ടെ സിസ്റ്റർ, വാക്യം തീർന്ന് 7 വായിച്ചാട്ടെ. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു? അതുകൊണ്ട് ദൈവത്തിന്റെ ആലയത്തിനകത്ത്, അല്ലെങ്കിൽ ദൈവം ആക്കി വച്ചിരിക്കുന്ന വില കൊടുത്ത സഭയ്ക്കകത്ത് ഏതെങ്കിലും വ്യവസ്ഥയില്ലാത്തത്, ഏതെങ്കിലും മ്ലേച്ഛകരമായത്, ദൈവത്തെ മുഷിപ്പിക്കുന്ന, ദൈവത്തിന് ഗുണമില്ലാത്ത എന്തെങ്കിലും സഭയ്ക്കകത്തോ അവിടുത്തെ മന്ദിരമായി ആലയത്തിനകത്തോ ഉണ്ടെങ്കിൽ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഏതിലാണ് തെറ്റിപ്പോയത്, എവിടെയാണ് നിനക്ക് അബദ്ധം പറ്റിയത്, എവിടെയാണ് നീ കണ്ടിട്ട് കാണാതെ പോയത്, ഇന്ന് നീ വിലയിരുത്തി അതിൽ നിന്ന് നീ മടങ്ങി മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. കണ്ടോ?
ഇന്ന് എത്ര പാപങ്ങളെ വെച്ചുകൊണ്ടാണ് സഭ മുന്നോട്ട് പോകുന്നത് അല്ലേ? ഇന്ന് തെറ്റ് കണ്ടാലും തിരുത്തത്തില്ല. ഇവിടെ കുഴപ്പമില്ല, ഇരിക്കട്ടെ. ചത്തയിച്ച തൈലക്കാരന്റെ തൈലം മുഴുവനെ നശിപ്പിച്ചു കളയും. ഒരു ചത്തയിച്ച സഭയ്ക്കകത്തുണ്ടെങ്കിൽ സഭ പ്രശ്നമാണ്. ദൈവാത്മാവ് എരിവോട് തന്റെ രക്തം കൊടുത്ത സഭയ്ക്കകത്ത് എങ്ങനെയെങ്കിലും മ്ലേച്ഛ ആരാധന, എങ്ങനെയെങ്കിലും കാര്യം നടക്കട്ടെ എന്നൊന്നും കർത്താവ് അനുവദിക്കത്തില്ല. കാരണം നിസ്സാരമായി വില കൊടുത്ത് വാങ്ങിയതല്ല ഈ സഭ. സഭയ്ക്കൊരു നിയമമുണ്ട്, അതിന്റെ അടിസ്ഥാനമുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നടക്കേണ്ട കാര്യങ്ങളാണ്. അതിനകത്ത് ലോകം വരേണ്ട കാര്യമില്ല. ഇനി എന്തെങ്കിലും ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നാൽ നാം എന്ത് ചെയ്യണം? അതിന്ന് മനംതിരിഞ്ഞു വരണം. മാനസാന്തരപ്പെടേണ്ട വിഷയമാണെങ്കിൽ നാം മാനസാന്തരപ്പെട്ടു വരണം. എടുത്ത് കളയേണ്ടതാണെങ്കിൽ നാം എടുത്ത് കളയണം. മാറ്റേണ്ടത് മാറ്റിയെങ്കിലും മാത്രമേ ആ സഭയ്ക്കകത്തുള്ള ആലയത്തിനകത്ത് കർത്താവ് വന്ന് കൂട്ടായ്മ നടത്തുന്നുള്ളാമേ. എന്തിനാണ് സഭ? എന്തിനാണ് ആലയം? ദൈവമായുള്ള കൂട്ടായ്മ കൂടുവാൻ. നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുമ്പോൾ, നമ്മളെ വേർതിരിച്ചിരിക്കുമ്പോൾ അതിനകത്ത് ഏതൊരു അശുദ്ധിയും പാടില്ല. കർത്താവിന്റെ ശുശ്രൂഷ വേളയിൽ ആവർത്തിച്ച് കർത്താവ് യെരൂശലേം ദേവാലയം ചെയ്ത ശുദ്ധീകരണം നടത്തി. ഇന്ന് നമുക്ക് ഓരോരുത്തരും ശുദ്ധീകരണം ആവശ്യമാണ്. എനിക്കൊരു ശുദ്ധീകരണം ആവശ്യം, ഞാൻ സമ്മതിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ശുദ്ധീകരണം ആവശ്യമാണ്, സമ്മതിക്കുക. ആത്മാവ് ഇടപെടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സഭയ്ക്ക് പറ്റിയതല്ല, അത് ആലയത്തിന് പറ്റിയതല്ല. അതിനെ എന്ത് ചെയ്യണം? എടുത്ത് കളയുന്നുവെങ്കിൽ നിന്റെ പ്രാർത്ഥനയിൽ ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങിയെന്ന് കൂട്ടായ്മ സന്തോഷമായിരിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം നന്നായി അനുഭവിപ്പാൻ കഴിയും. എഫെസസിലെ സഭ നന്നായി പൊയ്ക്കൊണ്ടിരിക്കുന്നു. കയ്യടിയുണ്ട്, കാര്യമുണ്ട്, ആൾക്കാരും വർദ്ധിച്ചു വരും. പക്ഷേ പാസ്റ്റർ അറിഞ്ഞില്ല, ദൂതൻ അറിഞ്ഞില്ല, അവിടെ ഇടയൻ അറിയത്തില്ല. സഭയെ വിലയ്ക്ക് വാങ്ങി കർത്താവ്, സഭയെ കുറിച്ചുള്ള എരിവുള്ള കർത്താവ് നോക്കിയപ്പോൾ, മകനെ, നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. നിനക്കൊരു കുറവുണ്ട്. ഈ കുറവ് വെച്ചിട്ടാണല്ലോ നീ എന്നെ ആരാധിക്കാൻ വന്നിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണല്ലോ നീ എന്റെ നാമത്തെ ഉയർത്തുന്നത്. ഇന്ന് ഈ പകൽ സമയം എന്നോട് നിങ്ങളുടെ കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു, ഞാനും നിങ്ങളും ദൈവത്തിന്റെ മന്ദിരമാണ്, ഞാൻ നിങ്ങളുടെ ദൈവത്തിന്റെ ആലയമാണ്, ഞാൻ നിങ്ങളുടെ ദൈവത്തിന്റെ സഭയാണ്. സഭയിൽ നടക്കേണ്ട ആരാധന പിതാവ് ഇച്ഛിക്കുന്ന ആരാധന തന്നെയായിരിക്കണം. അല്ല വല്ല ആരാധനയും. ഞാൻ ചെയ്യട്ടെ, ഈ യുദ്ധത്തിന് പോകുമ്പോ, പണ്ട് കാലത്ത് യുദ്ധത്തിന് പോകുമ്പോ നമ്മുടെ പണ്ട് കാലങ്ങളില് രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ യുദ്ധം നടക്കുമ്പോ ഒരു കാഹളം മൂതും. അപ്പൊ കാഹളം മൂതുമ്പോൾ എല്ലാ പല കാഹളത്തിലും ഓരോ ട്യൂണുണ്ട്. ഒരു ട്യൂണുണ്ട്. പക്ഷേ 5 or 6 ട്യൂൺ അതിന്റെ കാഹളമുണ്ട്. ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. പക്ഷെ ഒരു കാഹളം കറക്റ്റായിട്ട് ഊതുമ്പോഴാണ് കുതിര കറക്റ്റായിട്ട് നിൽക്കുന്നിടന്ന് മുന്നോട്ട് പോകുന്നത്. കുതിരപ്പുറത്തിരിക്കുന്ന ഇത് തയ്യാറിയിക്കാം, എല്ലാവർക്കും റെഡി ആയിരിക്കണമേ. പക്ഷെ കാഹളം കുതിരയ്ക്കും ഈ കുതിരപ്പുറത്തിരിക്കുന്നതിന് ഇന്ന കാഹളം വന്നാലേ ഇവർക്ക് പുറപ്പെടാൻ പറ്റുള്ളൂ. അറിയോ? അപ്പൊ ആ ട്യൂൺ വന്നാൽ മാത്രമേ ഇവർ യുദ്ധത്തിന് പുറപ്പെടുത്തലാമേ. പക്ഷെ ട്യൂൺ തെറ്റിയ എല്ലാം തെറ്റി, അവിടെ നടക്കത്തില്ല. അത് നമുക്കൊരു ട്യൂൺ തന്നിട്ടുണ്ട്. പിതാവ് ഇച്ഛിക്കുന്ന ട്യൂണ്. സത്യ നമസ്കാരികൾ പിതാവ് തിരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്ന മന്ദിരത്തിൽ, സഭയിൽ സത്യത്തിലും ആത്മാവിലും പിതാവിനെ ആരാധിക്കണം. എന്റെ പൊന്നുമക്കളെ, അതേ നടക്കത്തുള്ളൂ, അതേ വിജയിക്കത്തുള്ളൂ, അവിടെ റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ.
സത്യത്തിലും ആത്മാവിലും പിതാവ് ഇച്ഛിക്കുന്ന ആരാധന. യേശു പറയുന്നു, എന്റെ പിതാവ് ഇച്ഛിക്കുന്ന ആരാധന സഹോദരി ആ മലയിലും ഈ മലയിലും യെരൂശലേമിലുമല്ല. പിതാവ് ഇച്ഛിക്കുന്ന ആരാധന സത്യ നമസ്കാരികള് സത്യത്തിലും ആത്മാവില് പിതാവിനെ ആരാധിക്കണം. ആ നാഴിക ഇതാ വരുന്നു, വന്നിരിക്കുന്നു. ആരാധന നാം ആയിരിക്കുന്ന ആലയത്തിലുണ്ടോ? നാം ആയിരിക്കുന്ന സഭയിലുണ്ടോ? പക്ഷെ സ്നേഹമുള്ള പിതാവ് കുറവുകളെ നമ്മളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ നികത്തി വരണം. എഫെസോസ് സഭയിൽ കുറവുകളെ പരിശുദ്ധ കണ്ടു. സിസ്റ്റർ വായിക്കാൻ തീർന്നില്ല, 7 വായിച്ചോട്ടെ. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യും. ഏതിലാണ്, എവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്? നിന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്താതെ വേണം. എവിടെയാണ് തെറ്റുപറ്റിയിരിക്കുന്നത്? എവിടെയാണ് നീ വീണുപോയത്? മടങ്ങി വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ സമയം മടങ്ങി വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നീ ഏത് നിന്നാണ് വീണുപോയത്? സഭയെ കുറിച്ച് എരിവുള്ളവൻ തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ കർത്താവ് പറയും, എന്റെ ആലയം പ്രാർത്ഥനാലയം വിളിക്കപ്പെടും. കള്ളന്മാരുടെ സ്വഭാവങ്ങളും കള്ളന്മാരെ പ്രസാദിപ്പിക്കുന്നതുമായ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ദൈവത്തിന് ഹിതമില്ലാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, എവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത്? ഇനി എവിടെയാണ് നീ മനം തിരിഞ്ഞു വരേണ്ടത്? എവിടെ നിന്നാണ് നീ മാനസാന്തരപ്പെടേണ്ടത്? വായിക്കട്ടെ. അല്ല ഞാൻ വരികയും. അങ്ങനെ നിങ്ങൾ ഇന്ന് കേൾക്കുന്ന ആലോചന പ്രകാരം ഇതുവരെയും ഈ മെയ് മാസം വരെയും എന്നെയും നിങ്ങളെ നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. പക്ഷെ നിങ്ങൾ അറിയുന്നില്ല, പിശാച് പലപ്പോഴും ഒരു ഞൊടി തലവേദന കൊണ്ടിട്ട് നിന്റെ പ്രാണനെ ചോദിക്കുവാൻ തക്കവണ്ണം പിശാച് ദൈവത്തിനടുക്കൽ ചെന്നപ്പോൾ പോലും കർത്താവ് വിട്ടുകൊടുക്കാത്തത് കർത്താവിന്റെ കൃപയാണ്. ഒരു വൈറ്റ് വരെ വന്നപ്പോ പോലും അവിടെ നിന്ന് ആ ഭാഗത്ത് നിന്നോട് പിശാച് വാദിച്ച് ഇവിടെ ഞാൻ കൊണ്ടേ പോകുകൊണ്ട് കൊടുക്കാത്ത ദൈവത്തിന്റെ കൃപയാണ്. എന്നാൽ അവന്റെ വാദം മനസ്സിലാക്കിയ ദൈവം ആത്മാവിൽ എന്റെ മനസ്സമയം ഇടപെടുന്ന, മകളെ നീ എന്റെ ആലയമാണ്, നിങ്ങളുടെ കുറവുണ്ട്, അത് നികത്തിക്കളയുക, അത് മനം തിരിഞ്ഞു വരിക. പിശാച് വാദിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് വരെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയത്രേ. എന്റെ നിങ്ങളുടെ ആരുടെ മാൻ പവർ അല്ല, പണത്തിന്റെ പവർ അല്ല. അങ്ങനെയെങ്കിൽ ഇനി ആ പിശാചിന്റെ വാദമില്ലാതിരിപ്പാൻ, ദൈവകൃപ നമ്മളെ പൊതിയുവാൻ ആത്മാവ് ഇടപെടുന്നു. നിന്നിൽ ഒരു കുറവുണ്ട്, എന്നെ ആരാധിക്കുന്നതിന് നിന്നിൽ കുറവുണ്ട്. ദൈവം ആരെന്നറിഞ്ഞ് എനിക്ക് മഹത്വം തരേണ്ടത് അതുപോലെ ധാരാളമായിരിക്കുന്ന കുറവ് നിന്നിലുണ്ട്. ഞാൻ ആലയത്തിൽ ഇറങ്ങി വരുന്നത് എന്റെ കുഞ്ഞുങ്ങളുമായി സത്യത്തിലും ആത്മാവിലെ കൂട്ടായ്മ കൂടുവാനാണ്. ഇപ്പൊ എനിക്ക് ആലയത്തിൽ ഇറങ്ങി വരുവാൻ കഴിയുന്നില്ല. നിന്നൊരു കുറവുണ്ട്. വേഗത്തിൽ എന്താണ് തടസ്സം? മനം തിരിഞ്ഞ് വരുമെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് മനം തിരിഞ്ഞ് എന്താ വെച്ചിട്ട്? അല്ല ഞാൻ വരികയും. മാനസാന്തരപ്പെട്ട് അല്ല ഞാൻ വരികയും. നീ മാനസാന്തരപ്പെടാത്ത, നീ ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് ബോധ്യമാക്കി തന്നിട്ട് പോലും ആ തെറ്റിന്ന് തിരുത്തി ശരിക്കകത്ത് വരാതെ ഇരുന്നാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും, അതിന്റെ നിലയിൽ നിന്ന് കർത്താവ് നീക്കുകയും ചെയ്യുമോ? എങ്കിലും നിക്കൊലാവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. 7-ാം വാക്യം തീർന്നോ? ഇല്ല. കർത്താവിന്റെ ആത്മാവ് പറയുന്നു, എങ്കിലും ഇന്ന് കേൾക്കുന്ന ആലോചന പ്രകാരം ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത് എവിടെയാണ് തെറ്റുപറ്റിയിരിക്കുന്നത്? ഞാൻ ശരിയായ വണ്ണമാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ഞാൻ ദൈവത്തിന്റെ ആലയമല്ലോ. ആലയം എങ്ങനെയായിരിക്കണം? ഇത് നിസ്സാരമായിട്ടുള്ള അതൊന്നും ഉണ്ടായതല്ല ഈ ആലയം. ദൈവം തന്നെ രക്തം കൊടുക്കാത്തവനെ രക്തം കൊടുത്ത് വിളിക്കുവാനാണ് ഈ ആലയത്തിൽ കർത്താവ് ഇന്ന് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് അടിക്കേണ്ട നമ്മുടെ ജീവിതത്തിലുള്ള ബലഹീനത കർത്താവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ മാനസാന്തരപ്പെട്ട് വരണം. അവസരങ്ങൾ കർത്താവ് തരികയാണ്.
അതാണ് കർത്താവ് നമ്മെ സ്നേഹിക്കുന്ന ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത്. അവസരങ്ങൾ തന്ന് നമ്മുടെ മനം തിരിച്ചു കൊണ്ടുവരും. പക്ഷെ മനം തിരിഞ്ഞില്ല എങ്കിൽ കർത്താവ് പറഞ്ഞു, നിൽപ്പിത്തന്നെ നിന്റെ നിലവിളക്ക ഇതുവരെ കത്തിച്ചുകൊണ്ടുന്നത് അല്പപ്രകാശമുണ്ടായിരുന്നു, അത് നീക്കം ചെയ്യും. ഇന്ന് എത്രയോ പേരെ കർത്താവ് നീക്കം ചെയ്തുകൊണ്ടിരിക്കും. ഇത് കർത്താവിന്റെ കടുപ്പമില്ല. ആവർത്തിച്ച് ആലയത്തിലെ കുറവുകളെ പല ഭാഗത്തും വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആരാധനയുടെ കുറവുകളെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. മനം തിരിയാതെ വരുമ്പോൾ നിലവിളക്ക് നീക്കം ചെയ്താൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? വായിക്കാം, അടുത്ത വായിക്കാം. നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യാം. എങ്കിലും നിക്കൊലാവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കൊടുക്കും. മതി. കർത്താവിന്റെ ആത്മാവോടെ പറയുന്നു, നിന്നിൽ ചില നല്ല സ്വഭാവങ്ങൾ ഉണ്ടാമേ, ചിലത് നീ പകയ്ക്കുന്നു. നല്ല കാര്യം തന്നെ. അതുകൊണ്ടാണ് കർത്താവ് ഇന്ന് ഇത് കാര്യം പറയുന്നത്. പൂർണ്ണമായിട്ട് നിങ്ങളെ തകർത്തുകളെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ പ്ലസ് പോയിന്റ് കർത്താവ് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മകളെ നിന്റേതായ നീ അറിയാതെ വേണം നിന്നോട് പറ്റിയിരിക്കുന്ന ചില കാര്യം ഞാൻ പറയുന്നത്. പകൽ സമയം കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. നമുക്ക് മടങ്ങി വരാൻ കർത്താവ് അവസരങ്ങളെ തരും. നമ്മുടെ നല്ല സ്വഭാവങ്ങളെ കർത്താവ് ഓർക്കും നമ്മെ. അതിന് വായിച്ചേ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്നാൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ആലയത്തെ സൂക്ഷിക്കുന്നതിൽ, ഞാനും നിങ്ങളുമാണ് ആലയത്തെ നിങ്ങൾ സൂക്ഷിക്കുന്നതിൽ നിങ്ങൾ ജയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പർദീസയിൽ ഉള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. അല്ലേ പറഞ്ഞാട്ടെ? നമ്മൾ അതിനുവേണ്ടി അല്ലയോ ഈ കർത്താവിടത്തിൽ വന്നത്, ആ ജീവവൃക്ഷത്തിലെ ഫലം തിന്നുവാൻ. അതിനാണ് എന്നേക്ക് ജീവിച്ചിരിക്കുന്ന ഫലം. അത് കഴിക്കുമ്പോൾ എന്നേക്ക് നാം ജീവിച്ചിരിക്കണം. നമ്മെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ നല്ല കാര്യം കർത്താവ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പിശാച് പലപ്പോഴും നമ്മളെ തകർത്ത് കളയത്തക്കവണ്ണം, പ്രാണനെ കെട്ടത്തക്കവണ്ണം പലപ്പോഴും പിശാച് വന്നിട്ടുണ്ട്. വിട്ടുകൊടുക്കാത്ത കാര്യം അറിയാമോ? നമ്മളിൽ കുറെ നല്ല സ്വഭാവമുണ്ട്. ഒരു ഭാഗത്ത് നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നെങ്കിലും മറുഭാഗത്ത് ദൈവത്തെ ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് കർത്താവ് എന്ത് ചെയ്യുന്നു? നമുക്കെന്ന് മനസ്സിലാക്കി തരുന്നു. നാം എന്ത് ചെയ്യണം? അതിനെ നുള്ളിക്കളയണം. അപ്പൊ ഇതിലെല്ലാത്തിനും ജയിക്കുമ്പോഴാണ് ജീവവൃക്ഷത്തിലെ ഫലം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ സമയം വളരെ ശ്രദ്ധിക്കണം. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രണവവും പ്രധാനവുമായ പൊതുപ്രവർത്തനം ദേവാലയ ശുദ്ധീകരണമാണ്. ആലയം ശുദ്ധീകരിക്കുക. ഞാനാകുന്നത് ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മുടെ ആലയം എപ്പോഴും ശുദ്ധീകരണം ഉണ്ടായിരിക്കണം. അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. ഇനി ഒരു വാക്യം വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 9, 10, 11. 1 കൊരിന്ത്യർ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 9, 10, 11. എടുത്ത് വായിച്ചാട്ടെ. 6-ാം അധ്യായം 9, 10, 11. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല. മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അതാണോ 1 കൊരിന്ത്യരാണ് വായിക്കുന്നത്? 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 9, 10. അതും സഹോദരന്മാർക്ക് തന്നെ അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധകർ,
വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇവരാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. മതി, നമുക്ക് ഒരു ശുദ്ധീകരണവും നീതീകരണവും ആവശ്യമായിരിക്കുന്നു. അതിന്റെ 19 വാക്യം വായിച്ചാൽ 19. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ. അപ്പൊ നാം ആരാണ്? അത് തന്നെ നോട്ട് ചെയ്ത് വെച്ചേക്ക്. ധൈര്യമായിട്ട് എടുത്ത് പറയണം. എവിടെ വാക്യം പറയണം. നമ്മൾ സിസ്റ്ററെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരമാണ്. ഇപ്പോൾ എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം. അതാ പറഞ്ഞത്, എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? കർത്താവ് തന്റെ രക്തം കൊടുത്ത് എന്നെ നിങ്ങളെ വിലയ്ക്ക് വാങ്ങി പിന്നെ നമുക്ക് വേറെ അവകാശം വരാതെ വരുമോ? അവകാശം ഇല്ല. കാര്യം കംപ്ലീറ്റ് കർത്താവ് രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എനിക്ക് ആ വിലയ്ക്ക് വാങ്ങി നിങ്ങളെ കുറിച്ച് എനിക്കുന്നുണ്ട് എരിവുണ്ട്. എന്തെരുവാണ്? ഇവർ ഓരോ ദിവസം എങ്ങനെയായിരിക്കുന്നു, ഞാൻ പറഞ്ഞ പോലെയാണ് ജീവിക്കുന്നത്. ആ ഒരു എരിവ് നാം ഓരോരുത്തരും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതായ ആ ക്രിസ്തുവിന്റെ മനസ്സുമായുള്ള ഏകാന്തം വിട്ടു പോകുമോ എന്ന് പൗലോസ് ഒരു ഭാഗത്ത് പറയുന്ന പോലെ കർത്താവ് പലപ്പോഴും അപ്രകാരം ഭാരപ്പെടുന്നുണ്ട്. നാം വിട്ടുപോകുമോ? കർത്താവ് തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ മന്ദിരമാണ് നാം ഓരോരുത്തരും. അവിടെ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ? അപ്പൊ നമ്മൾ ആരുടെ മക്കളാണ്? ദൈവത്തിന്റെ മക്കളും ദൈവത്തിന്റെ മന്ദിരമാണ്. അതുകൊണ്ട് ഈ മന്ദിരത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഈ മന്ദിരത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം, സത്യത്തിനും ആത്മാവുള്ള ആരാധന ഉണ്ടായിരിക്കണം, വിശുദ്ധ ജീവിതം ഉണ്ടായിരിക്കണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതിനപ്പുറം എന്തെങ്കിലും വചനവിരുദ്ധമായി ഇതിനകത്ത് ഉണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ വാസം കാണത്തില്ല. അതുകൊണ്ട് ദൈവത്തിന് ദുഃഖിക്കത്തക്ക രീതിയിൽ ഈ മന്ദിരത്തെ പണിയുവാൻ നമ്മൾ ആരും പോകരുത്. വചനപ്രകാരം ഈ മന്ദിരത്തെ പണിയുക, വചനപ്രകാരം വിശുദ്ധ നയിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗലാത്യർ 6:10 എന്ന് വായിച്ചാൽ പെട്ടെന്ന് വായിച്ചാട്ടെ. ഗലാത്യർ 6:10. ഗലാത്യർ 6:10 എടുത്ത ആറിന്റെ 10 വാക്യം. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്ക് എന്ത് ചെയ്യണം? നന്മ ചെയ്യുക. ഈ മന്ദിരത്തിന്റെ മറ്റൊരു വിശേഷങ്ങൾ പറയട്ടെ. അവിടെ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, നാം ദൈവത്തിന്റെ ആലയമാണെങ്കിൽ, നാം ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ, നാം നമ്മുടെ ജീവിതത്തിൽ കാണിക്കേണ്ട മറ്റൊരു മാതൃകയാണ്. എന്താണ്? ആകയാൽ അതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നു, നാം നന്മ ചെയ്യുകയിൽ നാം അടുത്തു പോകരുത്, തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ ആലയം എന്ത് ചെയ്യണം? എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളാലാകുന്ന രീതിയിലാമേ ഈ മന്ദിരം മറ്റുള്ളവർക്കും പ്രയോജനം വരുത്തിയത് നന്മ പ്രവർത്തികൾ. ആ ഒരു കാര്യം ഇവിടെ കർത്താവ് എടുത്തു പറയുന്നതുകൊണ്ടാണ് ഞാൻ ആ വാക്യ അവസാനം കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാം ആരാണ്? ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ഭവനം, ദൈവത്തിന്റെ സഭ. സഭയിൽ എന്താണ് നടക്കേണ്ടത്? സഭയിൽ നടക്കേണ്ടത്, പ്രധാനം നടക്കേണ്ടത് സത്യത്തിലും ആത്മാവുള്ള ആരാധന, പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ് സഭയിൽ നടക്കേണ്ടത്.
പരിശുദ്ധാത്മാവാണല്ലോ ഇപ്പൊ ദൈവസഭയെ ലീഡ് ചെയ്യുന്നത്. അങ്ങനെ ഈ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് പ്രകാരം സഭയിൽ കാര്യങ്ങൾ നടക്കണം. മെയിൻ കർത്താവ് വരുന്ന കർത്താവ് സഭയെ വിശുദ്ധീകരിക്കുന്ന പോലെ, തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി വിശുദ്ധീകരിക്കുന്ന പോലെ നാം ആയിരിക്കുന്ന സഭ, നാം ആയിരിക്കുന്ന ദൈവത്തിലാരും എപ്പോഴും വിശുദ്ധിയിൽ തന്നെയായിരിക്കണം. എഫെസ്യ സഭയെ വിളിച്ചു പറഞ്ഞു, ഒരേ നിരക്കൊരു കുറവുണ്ട്. അങ്ങനെ ഇന്ന് പകൽ സമയം ഈ കേട്ട വചനപ്രകാരം കർത്താവ് ഇറങ്ങി വസിക്കുന്നതിന് തടസ്സങ്ങളിലുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തടസ്സങ്ങളെ മാറ്റി കടന്നുകൊണ്ട് നാം വീണ്ടും നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ദൈവം തൻ്റെ മന്ദിരമായി സൂക്ഷിച്ചു നമ്മെ അനുഗ്രഹിക്കുക മാത്രമല്ല, തൻ്റെ മന്ദിരമായിരിക്കുമ്പോൾ പിന്നത്തെ നമുക്ക് ലഭിക്കുന്ന നന്മ എന്ന് പറയുന്നത് ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം നമുക്ക് ഭക്ഷിക്കുവാനുള്ള ഇതെല്ലാം നാം ചെയ്യിക്കുന്നുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കുക. ദൈവത്തിന് സ്തോത്രം. നാം ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്. വരും നാടുകളിൽ വളരെ ശ്രദ്ധയോടുകൂടി ഈ മന്ദിരത്തിന് ഒരു അഴുക്കിനും ഒരു മാലിന്യത്തിനും വിട്ടുകൊടുക്കരുത്. തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത് തനിക്ക് കർത്താവിന് വസിക്കുവാനും കർത്താവിന് കൂട്ടായ്മ കൂടുവാനും ഒക്കെയാണ് കർത്താവ് ഉദ്ദേശിച്ചുകൊണ്ട് കർത്താവിൻ്റെ പ്രവൃത്തി നമ്മൾ ചെയ്യുവാൻ നാം എപ്പോഴും ഒരുക്കമുള്ളതായിരിക്കുകയും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.